യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലെങ്കിൽ, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെങ്കിൽ, ജീവപുസ്തകത്തിന്റെ പേരെഴുതിയിരിക്കുന്നു എങ്കിൽ, സ്തോത്രം, യേശുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് താഴോട്ടല്ല, മേലേക്കാണ്, സ്വർഗരാജ്യത്തിലേക്ക് തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചർച്ച് മെമ്പർഷിപ്പ് നിങ്ങൾ ഒരിക്കലും രക്ഷിക്കത്തില്ല. നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒരിക്കലും നിങ്ങളെ രക്ഷിക്കത്തില്ല. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരുടെ പ്രത്യേക നിറഞ്ഞ സ്ഥലമായിരിക്കും നരകം എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ദയാലുവായി ദാനം ചെയ്തവർ നിറഞ്ഞിരിക്കുന്ന സ്ഥലമായിരിക്കും, സ്തോത്രം, അദ്ദേഹം നരകമെന്ന് പറയുന്നത്. യേശുവില്ലാതെ ലോകത്തെ സ്നേഹിച്ച ലോകത്തിന്റെ മാർഗത്തിൽ കിടക്കുന്നതായ ജനം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് നരകം. എന്നാൽ സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ, പറഞ്ഞാട്ടെ, വഴിയും സത്യവും ജീവനുമാകുന്നു. ഒരിക്കൽ കൂടെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അമ്മ മറിയയിലൂടെ നിനക്കൊരിക്കലും സ്വർഗത്തിലെത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം, വെട്ടുകാടും വേളാങ്കണ്ണിയും നിമിത്തം നിനക്ക് സ്വർഗത്തിലെത്തുവാൻ കഴിയത്തില്ല. നേർച്ച കാഴ്ചകളാകട്ടെ, കുടുംബ പേരുകളാകട്ടെ, മറ്റേതെങ്കിലും കാര്യങ്ങളാകട്ടെ, നോവേ, സ്വർഗം തുറക്കപ്പെടത്തില്ല. എന്നാൽ ഒരു ദിവസം നിങ്ങളോ ഞാനോ മരിക്കുന്നു എങ്കിൽ, സ്തോത്രം, ആ മരിച്ചു കഴിയുന്ന ആ സെക്കൻഡിൽ തന്നെ, കേൾക്കണമേ, മരിച്ചു കഴിയുന്ന ആ സെക്കൻഡിൽ തന്നെ, സ്തോത്രം, നമ്മുടെ ആത്മാവ് ഈ പുറത്തെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക്, സ്തോത്രം, പുറപ്പെടുകയായി. ഇപ്പോൾ ഈ പ്രസംഗിച്ചിട്ട് നിൽക്കുന്ന ഞാൻ ഈ സെക്കൻഡിൽ മരിച്ചു വീണാൽ, സ്തോത്രം, ഈ മൈക്ക് താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ആത്മാവ് 10,000 റോക്കറ്റുകളുടെ വേഗതയിൽ നിത്യതയിലേക്ക് യാത്രയായി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതായ ഒരു വ്യക്തി സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പിതാവായ ദൈവം പറയും, എൻ്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ അവൻ കഴുകൽപ്പെട്ടവനാണ്. പാസ്പോർട്ടിലും റേഷൻ കാർഡിലുമല്ല, ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേര് എഴുതിയവനാണ്. അവൻ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമാണ്. സ്വർഗത്തിന്റെ ഗേറ്റുകൾ ദൂതന്മാർ അവനായി തുറക്കും. അതേ കർത്താവിന്റെ പട്ടണത്തിലേക്ക് അവൻ പ്രവേശിക്കും. സഹോദരി സഹോദരന്മാരെ, ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം, യാഥാർത്ഥ്യമായ ഒരു നിത്യതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവേണ്ട. സ്തോത്രം, സമയം അടുത്തിരിക്കുന്നു. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ഒന്നുകിൽ മരിച്ച് സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, സ്തോത്രം, രണ്ടാമത്തെ കാര്യം, ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് യേശു കർത്താവ് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 52-ാം വാക്യം, സ്തോത്രം, 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യം, വേദപുസ്തകം പറയുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചതായ നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ ഉയർക്കും. സ്തോത്രം, ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടും. 10,000-കണക്കിനല്ല, കോടിക്കണക്കിന് വിശുദ്ധന്മാർ ആകാശ മേഘങ്ങളെ തള്ളി മാറ്റി, ഇതാ സ്തോത്രം, 1-ാം സ്വർഗം കടന്ന് 2-ാം സ്വർഗം കടന്ന് 3-ാം സ്വർഗത്തിലേക്ക് പുറപ്പെടുകയാണ്. കേട്ടിട്ടില്ലേ? 4000 വർഷങ്ങൾക്ക് മുമ്പ് പുരുഷന്മാർ മാത്രം, സ്തോത്രം, 6 ലക്ഷം പേർ, 18 വയസ്സ് മുകൾ പ്രായമുള്ള, 18 വയസ്സ് മുകളിൽ പ്രായമുള്ളതായ 6 ലക്ഷം പുരുഷന്മാർ മാത്രം. സ്ത്രീകളെയും കുട്ടികളെയും പ്രായം കുറഞ്ഞവരെയും ഒക്കെ കൂടെ കൂട്ടി ആ ആർമി മാത്രം, ആ സൈന്യം മാത്രം, യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടവർ മാത്രം 6 ലക്ഷമെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ടി 30 ലക്ഷം പേർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വളരെ ശ്രദ്ധിക്ക്, മോശയുടെ കാലത്ത് ഉണ്ടായ പുറപ്പാടിനേക്കാൾ വലിയ പുറപ്പാട് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. യെസ്, മോശയുടെ കാലത്ത് ഉണ്ടായ പുറപ്പാടിനേക്കാൾ വലിയ പുറപ്പാട് ഈ ലോകത്തിൽ നിന്ന് ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. കരയിപ്പിക്കുന്ന, ദൂഷിക്കുന്ന, വേദനിപ്പിക്കുന്ന, സ്തോത്രം, തകർക്കുന്ന, ശാപം നിറഞ്ഞ, പ്രശ്നം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന്, സ്തോത്രം, മരണമേ നിന്റെ വിഷമുള്ളവിടെ, പാതാളമേ നിന്റെ ജയമെവിടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന്, സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. കാരണം നമ്മുടെ മണവാളന് അവൻ വരാറായി. പ്രത്യാശയോടെ ഇരിക്കുന്നവർ, നമ്മുടെ മണവാളൻ വരാറായി. പ്രത്യാശയോടെ ഇരിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്.
എന്നാൽ നോക്കണമേ, സ്തോത്രം, തിരുവചനം പറയുന്നു, അതേ സ്തോത്രം, സ്വർഗം ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമത്രേ. ഏറ്റവും കൂടുതൽ മനുഷ്യരോട് സുവിശേഷം പറഞ്ഞ ദൈവത്തിന്റെ ദാസനായിരുന്നു ഡോക്ടർ ബില്ലി ഗ്രഹാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, മൈ ഹോം ഈസ് ഇൻ ഹെവൻ. എൻ്റെ ഭവനം ഭൂമിയിലല്ല, എൻ്റെ ഭവനം സ്വർഗത്തിലത്രേ. ഐ എം ജസ്റ്റ് പാസിംഗ് ത്രൂ ദിസ് വേൾഡ്. ഈ ലോകത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് മാത്രം. ഞാൻ നിങ്ങളെ നോക്കി അങ്ങവണ്ണം തന്നെ പറയട്ടെ, നിങ്ങളുടെ യഥാർത്ഥ ഭവനം ഭൂമിയിലല്ല. നിങ്ങളുടെ യഥാർത്ഥ ഭവനം പൂജപ്പുരയിലോ മണ്ണന്തരയിലോ സ്തോത്രം നെയ്യാറ്റിൻകരയോ കിളിമാനൂരോ അല്ല. നിങ്ങളുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലത്രേ. നിങ്ങളുടെ യഥാർത്ഥ ഭവനം സ്തോത്രം അതേ സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് മാത്രം. എന്നാൽ ഈ ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, അപ്പച്ചാ എനിക്ക് മുഴുവൻ പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു, ദൂതന്മാരോട് ക്ഷമ ചോദിക്കുന്നു, സഭയോട് ക്ഷമ ചോദിക്കുന്നു. മറ്റ് ഏത് ദൂതും സ്തോത്രം പ്രസംഗിച്ച് ഒരു പക്ഷേ ഏകദേശം ഒരുവിധം പറഞ്ഞ് ഒപ്പിപ്പാൻ കഴിയും, ഒരു പക്ഷേ പറഞ്ഞ് തികയ്ക്കാൻ കഴിയും. എന്നാൽ സ്വർഗത്തിന്റെ 7 അയലത്തുള്ളതായ ചെറിയൊരു അംശം പോലും സ്തോത്രം ഇന്നെന്നല്ല ഈ പുരുഷപ്രായത്തിൽ ഒന്നും പറഞ്ഞ് തികയ്ക്കുവാൻ കഴിയത്തില്ല, പറഞ്ഞ് തികയ്ക്കാൻ കഴിയത്തില്ല. ഞാനിങ്ങനെ പറയട്ടെ, സ്തോത്രം, അതേ മഹാസമുദ്രങ്ങൾ ലോകത്തിലുണ്ട്. പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെറുവിരലിൽ ആ സമുദ്രജലത്തെ ചെറുവിരൽ മുക്കിയെടുത്ത് ഒരു കുഞ്ഞിൻ്റെ നാവിൽ വെക്കുന്നത് പോലെ സ്വർഗത്തിൻ്റെ ചെറിയൊരു ടേസ്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഒരു ദിവസം സ്വർഗത്തിൽ നിങ്ങൾ എത്തുമ്പോൾ, അയ്യോ ബ്രദർ പറഞ്ഞതിനേക്കാൾ വലുതാണല്ലോ, നമ്മൾ കേട്ടിട്ടില്ലാത്തതാണല്ലോ എന്ന് നിങ്ങൾ അതിശയിക്കും. അതൊരു സത്യമാണ്. 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടവനായിരുന്നു പൗലൂസ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം അങ്ങനെ പറയുന്നു. എന്നാൽ സ്തോത്രം, 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട പൗലൂസ് സ്വർഗത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതിനെ കുറിച്ച് 1 കൊരിന്ത്യർ 2:9 പറയുന്നു. സ്വർഗത്തിൽ ദൈവത്തിന് മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്, ശ്രദ്ധിക്ക്, അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് കാറിൻ്റെയും ജോലിയുടെയും വീടിൻ്റെയും കാര്യമല്ല പറയുന്നത്. അത് കാനഡ PR കാണും, സ്തോത്രം, ഓസ്ട്രേലിയയിലെ അതേ ജോലിയെക്കുറിച്ചല്ല പറയുന്നത്. അത് ദുബായിയുടെ വലിയ സ്തോത്രം ഫ്ലാറ്റും അതേ അതിനപ്പുറത്തുള്ളതായ ഏതോ വലിയ വലിയ ഭൗതികത്തെക്കുറിച്ചല്ല പറയുന്നത്. നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു നീ, ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്നു നീ, സ്വർഗത്തിൽ പോകണമെന്ന് കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ആ വെബ് സ്ട്രീം വാച്ച് ചെയ്യുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതാണ് സ്വർഗം. സ്തോത്രം. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തിൽ കാണുന്നതായ പല കാര്യങ്ങൾ സ്വർഗത്തിൽ കാണത്തില്ല. സ്വർഗത്തിൽ ഇല്ലാത്തതായ പല കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രധാനമായി വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഉള്ളതായ 14 കാര്യങ്ങൾ സ്വർഗത്തിൽ ഇല്ല എന്ന് വേദപുസ്തകം പറയുന്നു. 14 ഇറ്റ്സ് എ നമ്പർ ഓഫ് സാൽവേഷൻ ഓർ ഡെലിവറൻസ്. 14 എന്ന് പറയുന്നത് സ്തോത്രം രക്ഷയുടെ സംഖ്യയാണ്. 14 എന്ന് പറയുന്നത് വിടുതലിന്റെ സംഖ്യയാണ്. എങ്ങനെ പറവാൻ തക്കോണം കഴിയും? നിസാൻ മാസം 14-ാം തീയതിയാണ്. ഞാൻ ആവർത്തിക്കുന്നു, യഹൂദ മാസമായ നിസാൻ മാസം 14-ാം തീയതിയാണ് യേശു കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചത്. യേശു മരിച്ചത് കൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്. എവിടെയോ തേങ്ങ പൊട്ടിച്ചത് കൊണ്ടല്ല, എവിടെയോ കതിനാവെടി പൊട്ടിച്ചത് കൊണ്ടല്ല, എവിടെയോ മെഴുകുതിരി സ്തോത്രം അതേ കത്തിച്ചത് കൊണ്ടല്ല, ഏതോ പെന്തിക്കോസ് പാസ്റ്റർ നീ പരിചയപ്പെട്ടത് കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടത്. പകരം സ്തോത്രം യുഗങ്ങളുടെ ഭാരയാകുന്ന കർത്താവ് യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് നിനക്ക് വേണ്ടി പെടഞ്ഞ് മരിച്ചത് കൊണ്ട് കൃപയാൽ നീ രക്ഷിക്കപ്പെടുകയുണ്ടായി. വീട്ടിൽ പോകാൻ പല വഴി കാണും, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സ്വർഗത്തിൽ പോകാനുള്ള ഒരേ ഒരു വഴിയാണ് യേശു. അപ്പോസ്തല പ്രവൃത്തി 4:12 പ്രസിദ്ധമായ വാക്യം, മറ്റൊരുത്തനും രക്ഷയില്ല, ഒരു സംഘടനയിൽ രക്ഷയില്ല, ഒരു ബിഷപ്പിൽ രക്ഷയില്ല, ഒരു പാതിരിയിൽ രക്ഷയില്ല, ഒരു പാസ്റ്ററിൽ രക്ഷയില്ല, ഒരു പ്രവാചകനിൽ രക്ഷയില്ല, ഒരു സ്തോത്രം യൂട്യൂബിലും ഫേസ്ബുക്കിലും രക്ഷയില്ല. രക്ഷ ഒരൊറ്റ വഴിയിലൂടെ വരത്തുള്ളൂ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ വരത്തുള്ളൂ.
ഏത് പുസ്തകം പറയുന്നു? ബൈബിൾ പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഏത് ജാതിയിൽപ്പെട്ടവനെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവനെങ്കിലും, ഏത് വംശത്തിൽ, ഏത് കുടുംബത്തിൽപ്പെട്ടവനെങ്കിലും, നിനക്ക് പല അപ്പന്മാരില്ല, നിനക്ക് ഒരൊറ്റ അപ്പനെയുള്ളൂ, നിനക്ക് ഒരു രക്ഷകനെയുള്ളൂ. യേശു ഏക രക്ഷകനാണ്. സ്തോത്രം. നിന്റെ പാരമ്പര്യം നിനക്ക് വേണ്ടി മരിച്ചില്ല, വിശുദ്ധന്മാർ നിനക്ക് വേണ്ടി മരിച്ചില്ല, അമ്മ മറിയ നിനക്ക് വേണ്ടി മരിച്ചില്ല. സ്തോത്രം. അവർക്കാർക്കും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. എന്നാൽ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് യേശുവേ ഞാൻ പാപി, എന്നെ കൃപയാൽ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താൽ അവൻ നിന്നെ കഴുകും, ശുദ്ധീകരിക്കും. നിന്റെ പാപം കടും ചുമപ്പായാലും അത് ഹിമത്തോളം വെളുക്കും, അത് പഞ്ഞോളം നിർമ്മലമായി തീരും. നിന്റെ പേരവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. നിന്റെ രക്ഷയുടെ ദിവസമാകട്ടെ ഇത്. സ്തോത്രം. ഈ ലോകത്തിൽ കാണുന്നതായ പല കാര്യങ്ങളും സ്വർഗത്തിൽ കാണുകയില്ല. വെളിപ്പാട് പുസ്തകം 21 കടന്നു വന്നാട്ട് വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിന്റെ 1 വാക്യം വായിക്കുമ്പോൾ, ഓ സ്തോത്രം, ഇതാ യോഹന്നാൻ വെളിപ്പാട് ഗംഭീരമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4:1 നിങ്ങൾ വായിക്കുമ്പോൾ, 21 മാറ്റല്ല, 4:1 വായിക്കുമ്പോൾ തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഹേ കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരുവേൻ. സ്തോത്രം. അതെ, യോഹന്നാൻ ഇതാ കയറി ചെല്ലുകയാണ്. അവനിതാ വെളിപ്പാട് കാണുകയാണ്. ആ വെളിപ്പാടിൽ സ്വർഗത്തെ അവൻ നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അർത്ഥം, ഈ കാണുന്നതായ ഭൂമിയുണ്ടല്ലോ ഇത് ഒഴിഞ്ഞു പോകും, ഈ കാണുന്നതായ ആകാശമുണ്ടല്ലോ അത് ഒഴിഞ്ഞു പോകും. സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് പോലെ, ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, ലോകത്തെ സൃഷ്ടിച്ച കർത്താവ് പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സ്തോത്രം. ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോകും. ഇവിടെ ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരികയാണ്. അവിടെ ഒന്നാമതായി കാണുന്നത്, സ്വർഗത്തിൽ ഒന്നാമതായി കാണുന്നത്, സമുദ്രം ഇനി ഇല്ല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തില്ല? സമുദ്രം ഇനി ഇല്ല. സ്വർഗത്തിൽ സ്തോത്രം, സമുദ്രം ഇല്ല. എന്താ സമുദ്രം ഇല്ല എന്ന് പറയുന്നത്? സമുദ്രത്തിൽ ഒത്തിരി പേർ മുങ്ങി മരിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് ഉൾപ്പെടെയുള്ളതായ ഒത്തിരി ഷിപ്പുകൾ, ഒത്തിരി കപ്പലുകൾ സമുദ്രത്തിൽ മുങ്ങിയിട്ടുണ്ട്. സുനാമി കയറി വന്നത് സ്തോത്രം സമുദ്രത്തിൽ നിന്നാണ്. സീ ക്രീച്ചേഴ്സ്, സമുദ്ര ജീവികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരാണ്. സമുദ്ര ജീവികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നു. സ്വർഗത്തിൽ ഉപദ്രവം ഇല്ല. സുനാമി കയറി വരുന്നു, അനർത്ഥങ്ങളും അപകടങ്ങളും സ്വർഗത്തിൽ ഇല്ല. സ്വർഗത്തിൽ സമുദ്രം ഇല്ല എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ സമുദ്രം ഇല്ല എന്ന് പറഞ്ഞാൽ അനർത്ഥങ്ങൾ സ്വർഗത്തിൽ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. നടന്നു പോയപ്പോൾ വീണവരുണ്ട്, ഓടിയപ്പോൾ വീണവരുണ്ട്, സൈക്കിളിൽ നിന്ന് വീണവരുണ്ട്, ബൈക്ക് ആക്സിഡന്റ് വന്നവരുണ്ടായിരിക്കാം, കാർ ആക്സിഡന്റ് അനുഭവിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ കേൾക്ക്, സ്വർഗത്തിലെത്തുമ്പോൾ പിന്നെ ആക്സിഡന്റ്സ് ഇല്ല, അനർത്ഥങ്ങൾ ഇല്ല, അനർത്ഥങ്ങൾ ഇല്ല. അനർത്ഥങ്ങളും ആക്സിഡൻസും ഇല്ലാത്ത, അനർത്ഥങ്ങളും അപകടങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, ഹലോ, അനർത്ഥങ്ങളും അപകടങ്ങളും ഇല്ലാത്തതായ ഒരു സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ യേശു കർത്താവ് കടന്നു വരുന്നു. സമുദ്രം ഇല്ല. നമ്പർ 2, രണ്ടാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 4 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, 21:4 വായിക്കുമ്പോൾ, അവൻ, അതായത് യേശു, അവരുടെ എന്ന് പറഞ്ഞാൽ സഭയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുക. സ്തോത്രം. യേശു കർത്താവ് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുക. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾ കരഞ്ഞവരാണ്, അറിഞ്ഞ വിഷയത്തിൽ കരഞ്ഞവരാണ്, അറിയാത്ത വിഷയത്തിൽ കരഞ്ഞവരാണ്. മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്. യെസ്, നമ്മുടെ സർവീസുകൾ സ്തോത്രം അതെ കണ്ണുനീരിൽ കുതിർക്കപ്പെട്ടവരാണ്. നമ്മുടെ സർവീസുകൾ കണ്ണുനീരിൽ കുതിർക്കപ്പെട്ടതാണ്. സ്തോത്രം അതെ. അടുക്കളയിൽ ഏതെങ്കിലും കറി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്തോത്രം നമ്മൾ നോക്കുന്നത് ഉപ്പുണ്ടോ എന്നാണ്. ഉപ്പാണ് ഒരു കറിക്ക് ടേസ്റ്റ് കൊണ്ടുവരുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ പലപ്പോഴും ടേസ്റ്റ് കൊണ്ടുവരുന്നത് കർത്താവിന്റെ മുൻപിൽ കരയുന്നതായ കണ്ണുനീരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മുൻപിൽ കരയുവാൻ മടിക്കരുത്. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയ്ക്ക് കരഞ്ഞാട്ടെ, ആരാധനയ്ക്ക് കരഞ്ഞാട്ടെ. സ്തോത്രം അതെ. ദൈവകൃപയാൽ നിങ്ങളുടെ ഒരു സഹോദരനായി ഞാൻ പറയുന്നു, മനുഷ്യന്റെ മുൻപിൽ കരയരുത്. മനുഷ്യന്റെ മുൻപിൽ കരയല്ല. മനുഷ്യൻ മാറി നിന്ന് നിന്നെ പരിഹസിക്കും, മാറി നിന്ന് മനുഷ്യൻ നിന്നെ നിന്ദിക്കും. എന്നാൽ ദൈവത്തിന് മുൻപിൽ കരയാൻ മടിക്കരുത്. ദൈവത്തിന് മുൻപിൽ നീ കരഞ്ഞാൽ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും.
ഹല്ലേലൂയ. എവിടെ പണമുണ്ടോ അവിടെ ദൈവം ഇറങ്ങും എന്നല്ല വേദപുസ്തകം പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ. എവിടെ ഹൃദയം നുറുങ്ങുന്നു അവിടെ ദൈവം ഇറങ്ങി വരുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് കണ്ണുനീരുണ്ടായിരിക്കാം, പക്ഷേ സ്വർഗത്തിന്റെ കവാടം തുറന്ന് ഇതാ നീ പ്രവേശിക്കുകയാണ്. സ്തോത്രം. നൂറുകണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞവർ, ആയിരക്കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞവർ, സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറി വരുന്നതായ സമയത്ത് നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരിക്കും. അപ്പോൾ കർത്താവ് തന്റെ ദൂതനെ നോക്കിയിട്ട്, ഹേ ദൂതനെ, അവളെ കണ്ണുനീര് തുടച്ച്. സ്തോത്രം. ഹേ അബ്രഹാം പിതാവേ, അവന്റെ കണ്ണുനീര് തുടച്ച് എന്ന് വേറെ ഉള്ളവനെ അല്ല അവൻ ഏൽപ്പിക്കുന്നത്. വേറെ ഉള്ളവരല്ല നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചാട്ടെ. വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാതന കഴിച്ചവനായ കർത്താവ് തന്നെ, യേശു തന്നെ, യേശു തന്നെ, യേശു തന്നെ ആണിപ്പഴുതുള്ള തൻ്റെ കയ്യാൽ നിന്റെ കണ്ണിൽ നിന്ന് എന്നേക്കുമായി കണ്ണുനീര് തുടച്ചു കളയും. ഹല്ലേലൂയ. നിന്റെ കഷ്ടത തീരാറായി, നിന്റെ കണ്ണുനീര് തീരാറായി. ഈ ഭൂമിയിൽ മാത്രം നീ കരഞ്ഞാൽ മതി. സ്വർഗത്തിൽ എന്തില്ല? സ്വർഗത്തിൽ കണ്ണുനീരില്ല. ഈ വാക്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പോയി എൻ്റെ ജനത്തോട് പറ, സ്വർഗത്തിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പർ ഇല്ല. സ്വർഗത്തിൽ സമുദ്രമില്ല. സ്വർഗത്തിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പർ ഇല്ല. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്വർഗം, സ്തോത്രം, അതെ, കണ്ണുനീരില്ലാത്ത സ്ഥലം. മൂന്നാമതായി വെളിപ്പാട് പുസ്തകം 21:5 പറയുന്നു, നോ മോർ ഡെത്ത്. സ്വർഗത്തിൽ മരണം ഇല്ല. വെളിപ്പാട് 21:5 വായിക്കുമ്പോൾ ഇനി മരണം ഉണ്ടാകുകയില്ല. പറഞ്ഞാട്ടെ, ഇനി മരണം ഉണ്ടാകുകയില്ല. നോ മോർ ഡെത്ത്. സ്തോത്രം, അതെ, മരണം അവിടെ ഇല്ല. കാരണം സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ കർത്താവാണ്. അവൻ മരണത്തിൻ്റെ ദൈവമല്ല, അവൻ ജീവന്റെ കർത്താവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിന്മേൽ അവൻ മരിച്ചു. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രസ്താവന ഇതാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞു, ഒരിക്കൽ ഞാൻ മരിച്ചു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യേശു കർത്താവ്, സ്തോത്രം, ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മരണമല്ല ഉള്ളത്, ജീവനത്രയുള്ളത്. മരണമില്ലാത്ത ഒരു സ്ഥലമാണ് സ്വർഗം. ഈ ഭൂമിയിൽ മാത്രമാണ് മരണം. പാപനിമിത്തം മരണം കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, ഒരിക്കലും പറിച്ച് തിന്നുവാൻ പാടില്ല എന്ന് പറഞ്ഞതായ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തെ മനുഷ്യൻ പറിച്ച് തിന്നത് നിമിത്തം ആത്മീയ മരണം ഉടനെ സംഭവിച്ചു. സ്തോത്രം. ശാരീരിക മരണം അന്ന് മുതൽ ആരംഭിച്ചു. അന്ന് മുതൽ ആദാമിന്റെ യാത്ര മരണത്തിലേക്കായി. ശ്രദ്ധിക്കുക. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ജീവിതം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള യാത്രയാണ്. ജീവിതം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള യാത്രയാണ്. ശ്രദ്ധിക്കുക. സ്തോത്രം. ജനിച്ചു എങ്കിൽ ജനനം എന്ന പോയിന്റിൽ നിന്ന്, ജനനം എന്ന സ്ഥലത്ത് നിന്ന് മരണം എന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്, സ്തോത്രം, അതേ, ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ, ജനനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മരണം എന്ന് പറയുന്ന സ്ഥാനത്തേക്കുള്ള യാത്രയാണ് ജീവിതം. എന്നാൽ മരണമില്ലാത്തതായ ഒരു സ്ഥലത്തേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുവാൻ പോകുന്നു. അവിടെ നീ വയസ്സാകത്തില്ല, അവിടെ നീ മരിക്കുന്നത് ഇല്ല. 21-ാം അധ്യായം 5-ാം വാക്യം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ദുഃഖം ഇല്ല. നോ മോർ സോറോ. സ്തോത്രം. സ്വർഗത്തിൽ ദുഃഖമില്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഉത്തമഗീതം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, മുള്ളുകളുടെ ഇടയിലെ താമര പോലെ ദൈവം, സ്തോത്രം, നിന്നെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. മുള്ളുകളുടെ ഇടയിലെ താമര. വിവിധ ക്രമത്തിലുള്ളതായ ദുഃഖങ്ങൾ നിനക്ക്, സ്തോത്രം, ഈ ലോകത്തിലുണ്ട്. പക്ഷേ സ്വർഗത്തിൽ, സ്തോത്രം, അത് ദുഃഖമില്ല. സ്വർഗത്തിൽ മുറവിളിയില്ല. സ്വർഗത്തിൽ ഹോസ്പിറ്റൽ ഇല്ല. ഹലോ. സ്വർഗത്തിൽ ആശുപത്രി ഇല്ല. സ്വർഗത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. സ്വർഗത്തിൽ ക്രച്ചേഴ്സ് ഇല്ല. എന്താ മിണ്ടാത്തെ? സ്വർഗത്തിൽ വീൽ ചെയർ ഇല്ല. സ്തോത്രം. സോറി ഡോക്ടർ മനോജ്, അതേ, സ്വർഗത്തിൽ ഡോക്ടർമാരില്ല. സ്വർഗത്തിൽ ഇഞ്ചക്ഷനും സിറിഞ്ചുമായി കറങ്ങി നടക്കുന്നതായ നേഴ്സുമാരില്ല. കാരണം തിരുവചനം കൃത്യമായി പറയുന്നു, സ്തോത്രം, സ്വർഗം ദുഃഖം ഇല്ലാത്തതായ സ്ഥലമത്രേ. ഒരു സ്ഥലത്ത് കണ്ണ് കാണാൻ കഴിയാത്തതായ ഒരു കുഞ്ഞ്, ഒരു മോന് ജനിച്ച് വളർത്തപ്പെടുകയുണ്ടായി.
സ്തോത്രം. അവന് കണ്ണ് കാണാൻ കഴിയത്തില്ല. ഓരോ ശബ്ദം കേൾക്കുമ്പോൾ അവൻ അമ്മയോട് ചോദിക്കുമായിരിക്കും, മമ്മി അതെന്താണ്? ആ പക്ഷി ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ അപ്പനോട് ചോദിക്കുമായിരുന്നു, ആ ശബ്ദം എന്താണ്? മാതാപിതാക്കൾ പറയും, പക്ഷികൾ ചിലക്കുകയാണ്. അതെന്താ? ആ കുരയ്ക്കുന്ന സ്വരം, അത് പട്ടി കുരയ്ക്കുകയാണ്. ഓ, പട്ടി മാത്രമാണോ? ഇല്ല മക്കളെ, പല മൃഗങ്ങളുണ്ട്, പല തരത്തിലുള്ള പക്ഷികളുണ്ട്. ഇതാ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, ഇതാ ചന്ദ്രന്റെ നിലാവ് പരക്കുന്നു, ഇതാ കാറ്റ് വീശുന്നു, ഇതാ നദി ഒഴുകുന്നു. എല്ലാം മാതാപിതാക്കൾ അവന് പറഞ്ഞു കൊടുത്തു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ന്യൂസ്, നല്ലൊരു വർത്തമാനം അവർ അറിഞ്ഞു. നേത്രരോഗത്തിന്റെ നല്ലൊരു വിദഗ്ധൻ ഇതാ പട്ടണത്തിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആ അടഞ്ഞ കണ്ണ് ഒരുപക്ഷെ തുറക്കുവാൻ സാധ്യതയുണ്ട്. വലിയ ആവേശത്തോടെ, വലിയ പ്രതീക്ഷയോടെ മാതാപിതാക്കൾ ആ കുഞ്ഞുമായി ആ ഡോക്ടറെ അടുക്കലേക്ക് കടന്നുപോയി. ഡോക്ടർ അവനെ പരിശോധിച്ചു. എന്നിട്ട് പ്രകാരം പറഞ്ഞു, സ്തോത്രം, എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിശ്ചയമായി ഈ കുഞ്ഞിനെ കാണുവാൻ കഴിയും. സ്തോത്രം. ആ ചികിത്സ ആരംഭിച്ചു. ആ ഓപ്പറേഷൻ്റെ ദിനം കടന്നു വന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, ചില ദിവസങ്ങൾ ബാൻഡേജ് വെച്ച് കണ്ണ് അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് ബാൻഡേജ് മാറ്റുമ്പോൾ നിശ്ചയമായി എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, നിശ്ചയമായി ആ കുഞ്ഞ് കാണും. മാതാപിതാക്കളെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ കുഞ്ഞിനെ കയറ്റിവിട്ടു. ഓപ്പറേഷൻ കഴിഞ്ഞു. സ്തോത്രം. മണിക്കൂറുകൾ ദിവസങ്ങൾ പോലെയായി, സെക്കൻഡുകൾ മണിക്കൂറുകൾ പോലെയായി. ആ കുഞ്ഞിനെ കാണുവാൻ കഴിയുമോ? അപ്പനും അമ്മയും അക്ഷമരായി കാത്തിരുന്നു. ആ നിമിഷം വന്നെത്തി. ഡോക്ടേഴ്സ് പാനൽ, ആ നേഴ്സസ്, ആ മെഡിക്കൽ ടീം അവർ ആ റൂമിലേക്ക് കടന്നു വന്ന് സ്തോത്രം ആ ബാൻഡേജിന്റെ കെട്ട് അവർ അഴിച്ചു. സ്തോത്രം. ബാൻഡേജസ് ഒന്നിനു പിറകെ ഒന്നായി എടുത്തു മാറ്റി. അവസാനത്തെ ബാൻഡേജ് എടുത്തു മാറ്റുമ്പോൾ അവൻ കണ്ണു തുറന്നു. ജീവിതത്തിൽ ആദ്യമായി അവൻ സൂര്യപ്രകാശം കണ്ടു. അവൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ കണ്ടു. ആ ജനലിൻ്റെ അരികിലേക്ക് അവൻ ഓടിപ്പോയി. ആ ജനലിൻ്റെ അരികിലേക്ക് അവൻ ഓടിപ്പോയപ്പോൾ ഇതാ വൃക്ഷലതാദികൾ നിൽക്കുകയാണ്, നല്ല പുഷ്പങ്ങൾ നിൽക്കുകയാണ്, പക്ഷികൾ പറക്കുകയാണ്, കാറ്റ് വീശുകയാണ്. അവൻ പറഞ്ഞു, അയ്യോ, എന്തോ മനോഹരമായ സ്ഥലം, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടില്ലല്ലോ. എന്തോ മനോഹരമായ സ്ഥലം. സ്തോത്രം. എന്തുകൊണ്ട് പാപ്പ ഈ സ്ഥലത്തെക്കുറിച്ച് എന്നോട് വിശദീകരിച്ചു പറഞ്ഞില്ല? എന്തുകൊണ്ട് മമ്മി ഈ സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായി പറഞ്ഞില്ല? അവർ പറഞ്ഞു, പൂർണ്ണമായി ഞങ്ങൾ പറഞ്ഞതാണ്, കഴിവുള്ളതുപോലെ പറഞ്ഞതാണ്, അതേ ഞങ്ങൾ പറയുവാൻ ശ്രമിച്ചതാണ്, പക്ഷേ നിനക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പറയാൻ ശ്രമിച്ചതാണ്, പക്ഷേ നിനക്ക് സ്തോത്രം അതേ കേട്ട് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം അതേ ക്രമത്തിൽ ഞാൻ പറയട്ടെ, സ്വർഗം സ്തോത്രം അതേ സമുദ്രമില്ലാത്ത, അനർത്ഥങ്ങളില്ലാത്ത സ്ഥലമാണ്, കണ്ണുനീരില്ലാത്ത സ്ഥലമാണ്, മരണമില്ലാത്ത സ്ഥലമാണ്, ദുഃഖമില്ലാത്ത സ്ഥലമാണ്. ഈ ഭൂമിയേക്കാൾ ലക്ഷോപലക്ഷം കോടാനുകോടി ഒത്തിരി നല്ല സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ യേശു കർത്താവ് കടന്നു വരുന്ന ഏത് പുസ്തകം പറയുന്നു? വെളിപ്പാട് പുസ്തകം 21:5 വായിക്കുമ്പോൾ സ്വർഗത്തിൽ മുറവിളിയില്ല. നോ മോർ ക്രൈങ് ഓവർ ദേർ. സ്വർഗത്തിൽ നിലവിളിയില്ല. ജീവിതത്തിൽ നിലവിളിച്ചവരാണ് നിങ്ങൾ. ജീവിതത്തിൽ പല ഘട്ടത്തിൽ നിലവിളിച്ചവരാണ് നിങ്ങൾ ചിലർ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങൾ പലപ്പോഴും നിലവിളികളായിരുന്നു. എന്നാൽ സ്തോത്രം സ്വർഗത്തിൽ നിലവിളി ഇല്ല. കാരണം സ്വർഗത്തിൽ സ്തോത്രം അടക്കാരാധനയില്ല. നോ മോർ ഫ്യൂണറൽ സർവീസ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ അടക്കാരാധനയില്ല. സ്വർഗത്തിൽ ശവപ്പെട്ടി നിങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ സെമിത്തേരി നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഓ കമാൺ, മിണ്ടുന്നില്ല. സ്വർഗത്തിൽ ദൂതനോട് ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ സെമിത്തേരി എവിടെയാണ്? നോ, ദൂതൻ പറയും, ഇവിടെ ആരും മരിക്കുന്നില്ല, ഇവിടെ എല്ലാവരും ജീവിക്കുകയാണ്. ഇവിടെ ആരും മരിക്കുന്നില്ല, ഇവിടെ എല്ലാവരും ജീവിക്കുകയാണ്. സ്വർഗത്തിൽ ഏകാന്തതയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ സ്തോത്രം എന്തയില്ല? മുറവിളിയില്ല. സ്തോത്രം. തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ കഷ്ടതയില്ല. നോ മോർ പെയിൻ. സ്വർഗത്തിൽ സ്തോത്രം കഷ്ടതയില്ല. കടഭാരത്തിന്റെ കഷ്ടത നിനക്കുണ്ടായിരിക്കാം. സ്തോത്രം. രോഗങ്ങളുടെ കഷ്ടതയുണ്ടായിരിക്കാം. അയ്യോ, കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ള ജീവിതം നോക്കി ആ തീരുമാനം തെറ്റായി പോയി, ആ കാര്യം ചെയ്ത
ചെയ്തത് തെറ്റായി പോയി, ഓ അങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉള്ളിൽ ഉരുകുന്നതായ ഒരവസ്ഥ നിനക്കുണ്ടായിരിക്കുക. എന്നാൽ സ്വർഗത്തിൽ സ്തോത്രം അതേ കഷ്ടതകൾ ഇല്ല. സ്വർഗത്തിൽ സ്തോത്രം നിങ്ങൾ ചെയ്യുമ്പോൾ റിഗ്രറ്റ്സ് ഇല്ല. സ്വർഗത്തിൽ നിങ്ങൾ എത്തുമ്പോൾ സോറി എന്ന് പറയേണ്ട ഒരു ശബ്ദം സ്വർഗത്തിൽ നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയത്തില്ല. ആരും നിങ്ങളോട് അയ്യോ ക്ഷമിക്കണമേ എന്ന് പറയേണ്ടതായ ഒരു സ്തോത്രം കാര്യം സ്വർഗത്തിലില്ല. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു സ്വർഗത്തിൽ മന്ദിരം ഇല്ല. സ്തോത്രം എവിടെ എഴുതിയിരിക്കുന്നു? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിൽ സ്തോത്രം 21-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു സ്തോത്രം മന്ദിരം അതിൽ കണ്ടില്ല. വായിച്ചാട്ടെ, മന്ദിരം അതിൽ കണ്ടില്ല. ഒരിക്കൽ കൂടെ, മന്ദിരം അതിൽ കണ്ടില്ല. I saw no temple therein. അവിടെ മന്ദിരം ഇല്ല. എന്താണ് മന്ദിരം? മന്ദിരം എന്ന് പറയുന്നത് ദേവാലയം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മോശയോട് പറഞ്ഞു, സ്തോത്രം എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ വസിക്കണം, എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ വസിക്കണം. ആ ജനം അത്ഭുതങ്ങളെ കണ്ടവരാണ്. മിസ്രൈമിൽ 10 ബാധകൾ കണ്ടവരാണ്. ചെങ്കട വിഭാഗിക്കപ്പെട്ടവർ കണ്ടതാണ്. എല്ലാ ദിവസവും രാവിലെ മന്ന പെയ്തിറങ്ങുന്നു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അത്ഭുതമാണ്. അവിടെ ചപ്പൽ തേഞ്ഞു പോകുന്നില്ല. അവിടെ ചപ്പൽ അത്ഭുതമാണ്. അവിടെ വസ്ത്രം പഴക്കുന്നില്ല. അവിടെ വസ്ത്രം അത്ഭുതമാണ്. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു. അതൊരു അത്ഭുതമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. അവിടെ വിടുതൽ അത്ഭുതമായിരുന്നു. അവിടെ യാത്ര അത്ഭുതമാണ്. അവർ കുടിക്കുന്നത്, കഴിക്കുന്നത്, ധരിക്കുന്നത് ഒക്കെ അത്ഭുതമാണ്. എന്നാൽ ദൈവം ആരോ നോക്കി പറഞ്ഞു, ഞാൻ അത്ഭുതം ചെയ്ത് ബൈ ബൈ പറഞ്ഞ് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്ഭുതം ചെയ്ത് സ്തോത്രം മാറിപ്പോകുന്ന ദൈവമല്ല. ഗൾഫിലായിരുന്നു ഞങ്ങളുടെ പിതാവ്. എല്ലാ 3 മാസം കൂടുമ്പോൾ പെട്ടി നിറയാൻ സാധനവും കൊണ്ടുവരും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പപ്പയെ വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, സൂട്ട് കേസ് ഡാഡി അല്ലെങ്കിൽ സൂട്ട് കേസ് പപ്പ. കാരണം സ്തോത്രം എല്ലാ 3 മാസം കൂടുമ്പോഴും പെട്ടി നിറയെ സാധനം കൊണ്ടുവന്ന് അതേ ഞങ്ങൾക്ക് തന്നയിച്ചു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായ സൂട്ട് കേസ് പപ്പ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മോശെ മേക്ക് മീ എ ടാബർനാക്കിൾ, അതേ സ്തോത്രം, മേക്ക് ഫോർ മീ, അതേ എനിക്ക് വേണ്ടി ഒരു കൂടാരത്തെ നീ പണിയുക. എന്നാൽ മോശെ, നിന്റെ അളവിൽ എനിക്ക് ഇറങ്ങി നിൽപ്പാൻ കഴിയത്തില്ല. നിന്റെ അമ്മായിയപ്പൻ യിത്രോവിൻ്റെ അളവിൽ ഇറങ്ങി നിൽക്കത്തില്ല. ദൂതിതാണ് നിന്റെ ചർച്ചിൽ, നിന്റെ ഫെലോഷിപ്പിൽ, നിന്റെ മിനിസ്ട്രിയിൽ നീ തോന്നിയതുപോലെ നിന്നാൽ ദൈവം ഇറങ്ങത്തില്ല. അവൻ നിന്റെ അളവിൽ അവൻ ഇറങ്ങത്തില്ല. ഒരിക്കൽ കൂടെ, നിന്റെ അളവിൽ അവൻ ഇറങ്ങത്തില്ല. അവന്റെ അളവിൽ നീ ആയി തീരണം. അവൻ്റെ ഇഷ്ടത്തിൽ നീയാകുമ്പോൾ, അവൻ്റെ പാരാമീറ്ററിൽ നീയാകുമ്പോഴാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി സ്തോത്രം ഇറങ്ങി വസിച്ചവൻ ആ ടാബർനാക്കിൾ, ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി നിന്നത്. 500 വർഷം കഴിഞ്ഞപ്പോൾ സെയിം തിങ്. സ്തോത്രം, അതേ ശലോമോന്റെ കാലത്തിൽ അതേ അളവിൽ മന്ദിരമുണ്ടായി, ടെമ്പിൾ ഉണ്ടായി. സ്തോത്രം, ശലോമോന്റെ ആലയമുണ്ടായി. മോശയുടെ അതേ അളവായിരുന്നു ശലോമോന്റെ അളവ്. രണ്ടിലും മഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയാം. വിഷയം ഇതാണ് പ്രിയ സഹോദരങ്ങളെ. ദൈവത്തിന്റെ അളവിൽ ജീവിച്ചോ, ദൈവത്തിന്റെ അളവിൽ പാടിക്കോ, ദൈവത്തിന്റെ അളവിൽ പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ അളവിൽ ബൈബിൾ വായിച്ചോ, ദൈവത്തിന്റെ അളവിൽ ആരാധിച്ചോ, ദൈവത്തിന്റെ അളവിൽ ഓടിക്കോ. ദൈവത്തിന്റെ അളവിൽ നീയും ഞാനും നിൽക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ദൈവത്തിന്റെ അളവിൽ നീയും ഞാനും നിൽക്കുന്നെങ്കിൽ മഹത്വമേകം, മഹത്വമേകം, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ മൂടിക്കിടക്ക്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ ഭൂമികൾ കർത്താവിന് ഒരു സമാഗമന കൂടാരം ആവശ്യമാണ്. ഭൂമികൾ കർത്താവിന് ഒരു ആലയം ആവശ്യമാണ്. എന്നാൽ ഭൂമികൾ ടാബർനാക്കിളിനെയും ടെമ്പിളിനെയും കുറിച്ച്, ഭൂമികൾ ദേവാലയത്തെയും കൂടാരങ്ങളെയും കുറിച്ച് കേട്ടിട്ടുള്ളവരായ സ്തോത്രം യോഹന്നാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ മന്ദിരം കാണുന്നില്ല. കാരണം കർത്താവ് തന്നെ അവിടെ മന്ദിരമായിരിക്കുന്നു. കർത്താവ് തന്നെ അവിടെ മന്ദിരമായിരിക്കുന്നു. ഒരു സ്ഥലത്ത് കൂടി വന്ന് സ്തോത്രം ആരാധിക്കുന്നതായ ഒരു പ്രത്യേക സംവിധാനം ഭൂമിയിലെ സിസ്റ്റമല്ല സ്വർഗത്തിൽ വെളിപ്പെടുന്നത്. സ്വർഗത്തിൽ എന്നും ആരാധനയാണ്, എപ്പോഴും ആരാധനയാണ്.
സ്വർഗത്തിൽ മന്ദിരമില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വർഗത്തിൽ സംഘടനകളില്ല. അവൻ കത്തോലിക്കൻ, സ്തോത്രം, അതെ, ഇവൻ ഓർത്തഡോക്സ്, മറ്റവൻ പ്രസ്ബിറ്റേറിയൻ, ഇവൻ നോർത്ത് ഇന്ത്യൻ, അതെ, CNI, ഇവൻ സൗത്ത് ഇന്ത്യൻ, CSI, ഇവൻ പെൻഡക്കോസ്റ്റൽ, ഇവൻ ആൽഫ മിനിസ്ട്രി, ഇവൻ ബീറ്റ മിനിസ്ട്രി, ഇവൻ അപ്പർ ക്ലാസ് മിനിസ്ട്രി, ഇവൻ ലോവർ കാസ്റ്റ് മിനിസ്ട്രി, ഇവൻ വലിയ കുടുംബക്കാരൻ, ഇവൻ പാവപ്പെട്ടവൻ. നോ, അങ്ങനെ പല സഭ, പല തട്ടിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. അത് ഇന്ത്യൻ റെയിൽവേയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അതെ, തേർഡ് AC, സ്തോത്രം, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലീപ്പർ, നോ, കാണത്തില്ല. സ്വർഗത്തിൽ ഒരൊറ്റ ചർച്ചിനെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയത്തുള്ളൂ. ഭൂമിയിൽ പലർക്കും പല സംഘടനകൾ ഉണ്ടായിരിക്കാം, എന്നാൽ സ്വർഗത്തിൽ ഒരൊറ്റ സഭയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. സ്വർഗത്തിൽ വലിയവന്റെ സഭ, ചെറിയവന്റെ സഭ എന്നൊരു സഭയില്ല. സ്വർഗത്തിൽ ഉയർന്ന സഭ, താണ സഭ എന്നില്ല. സ്വർഗത്തിന്റെ സഭ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുറവന്റെ സഭ, പെലയന്റെ സഭ, വലിയ ചായന്മാരുടെ സഭ, നാടാന്റെ സഭ, നോ, ഇല്ല. സ്വർഗത്തിൽ ഒരൊറ്റ സഭയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സഭ. Let me tell you in Jesus name, സഭയ്ക്കകത്തുള്ള സകല വേർപാടിന്റെ മതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇടിയപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ കുനിഞ്ഞിരിക്കരുത്, തല ഉയർത്തി നോക്ക്. ഒരൊറ്റ സഭയെ ചേർപ്പാൻ ഏക രക്ഷകനാകുന്ന യേശു വേഗം കടന്നു വരുന്നു. സ്വർഗത്തിൽ സ്തോത്രം, അതേ, മന്ദിരമില്ല. വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനും ഇല്ല. സ്തോത്രം, നഗരത്തെ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ഇല്ല. ഈ ഭൂമിയിലാണ് ഈ കാണുന്നതായ, സ്തോത്രം, സൂര്യനും മറഞ്ഞു പോകുന്നതായ ചന്ദ്രനെയും ദൈവം നിർമ്മിച്ചത്. കാര്യമെന്ത്? കാലങ്ങളെ അറിവാൻ. എന്നാൽ സ്വർഗത്തിൽ, സ്തോത്രം, നോക്കണമേ, രാത്രിയും പകലും മാറുന്നില്ല. ഞാനത് വീണ്ടും പറയും. സ്തോത്രം, സ്വർഗത്തിലെ ആ സൂര്യൻ, സ്തോത്രം, അസ്തമിക്കുന്നില്ല. സ്വർഗത്തിൽ സൂര്യനും ചന്ദ്രനുമില്ല. വായ്, സ്തോത്രം, ദൈവ തേജസ് തന്നെ അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് തന്നെ അതിൻ്റെ വിളക്കാകുന്ന ദൈവ തേജസ് തന്നെ അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അവിടെ സൂര്യനും ചന്ദ്രനുമില്ല. യേശുള്ള എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തിയാട്ടെ. ജീവിതത്തിൽ യേശുള്ള എല്ലാവരും, ഉറങ്ങിയിരിക്കുന്ന ആ പുള്ളിക്കാരിയെ എണീപ്പിക്ക്. സ്തോത്രം, യേശുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുള്ള എല്ലാവരും, ഞാൻ പറയട്ടെ, ആ കൈ താഴ്ത്തിയിടല്ലേ. നീ ഒരിക്കലും ഇരുട്ടത്താകത്തില്ല. നീ ഒരിക്കലും ഇരുട്ടത്താകത്തില്ല. ഹല്ലേലൂയ. ലോകത്തിലുള്ള ഒരു സൂര്യനും ഒരു ചന്ദ്രനും നിന്നെ നോക്കി ഞാനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആർക്കും നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം, ഈ ലോകത്തിലെ ചന്ദ്രന്മാർ മറഞ്ഞാലും, ഈ ലോകത്തിലെ അതേ താൽക്കാലികമായ സൂര്യന്മാർ മറഞ്ഞാലും നീ ഇടറുവാൻ പോകുന്നില്ല. നീ നടക്കുന്നത് വല്ലവന്റെ ടോർച്ച് ലൈറ്റിലല്ല. നീ നടക്കുന്നത് നീതി സൂര്യനാകുന്ന കർത്താവിന്റെ വെളിച്ചത്തിലാണ്. നീ ഇടറത്തില്ല. നിന്റെ സൂര്യൻ അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് വാ, ഈ തലമുറയിൽ ആർക്കും നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. പലരും നിന്നെ വിട്ടുപോയി കാണും, പലരും നിന്നെ മറന്നു കാണും, പലരും ഫോണിൽ നിന്നെ ബ്ലോക്ക് ചെയ്ത് കാണും, പലരും നിന്നെ തഴഞ്ഞു കാണും. പക്ഷെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം അനുകൂലമെങ്കിൽ സ്തോത്രം, അതേ, പ്രതികൂലമാര്? നിന്നെ തള്ളിയവരും നിന്നെ തകർത്തവരും അതിശയിപ്പാൻ വേണ്ടി പോകുന്നു. നിന്നെ തള്ളിയവരും നിന്നെ തകർത്തവരും നിന്നെ നോക്കി അതിശയിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം നീ ജീവിക്കുന്നത് ഈ ലോകത്തിലെ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശത്തിൽ അല്ല, നീതി സൂര്യന്റെ പ്രകാശത്തിൽ. കരങ്ങളെ അടിച്ച് കേൾക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അത് പുസ്തകം പറയുന്നു, അവിടെ അടഞ്ഞ വാതിലുകളില്ല. എവിടെ? സ്വർഗത്തിൽ അടഞ്ഞ വാതിലുകളും ഇല്ല. സ്തോത്രം, അതെ, അടഞ്ഞ വാതിലുകളില്ല. സംവേറിൽ ആ 21-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടുത്തെ വാതിലുകൾ മുഴുവൻ, സ്തോത്രം, അതെ, തുറന്ന് കിടക്കുന്നതാണ്. അടഞ്ഞ വാതിലുകളല്ല, തുറന്ന വാതിലുകളാണ് അവിടെയുള്ളത്. സ്തോത്രം, അവിടെ തുറന്ന വാതിലുകളാണ് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിക്കുന്നത്. സ്തോത്രം. യെസ് യെസ് യെസ്. 25-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല, അവിടെ എന്തില്ല? രാത്രിയില്ലല്ലോ. രാത്രിയില്ലാത്ത ദേശം, രാത്രിയില്ലാത്ത ദേശം. ആർക്ക് വേണ്ടേ? രാത്രി ഇല്ലാത്ത ദേശം.
സ്വർഗം രാത്രിയില്ലാത്ത ദേശം. സ്തോത്രം, അവിടുത്തെ വാതിലുകൾ അടയുന്നില്ല. അതിനർത്ഥം സ്തോത്രം, അതെ, അവിടുത്തെ വാതിലുകൾ അടയുന്നില്ല. സ്തോത്രം, അവിടുത്തെ സിറ്റിസൺസ് ആയി, അവിടുത്തെ സ്തോത്രം ദൈവത്തിന്റെ ജനമായി നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സ്തോത്രം, അതെ, പകലിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ മക്കളായി, പകലിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ മക്കളായി നിങ്ങൾ നിൽക്കുമ്പോൾ സ്തോത്രം, ഇരുട്ടിന്റെ ശക്തിക്ക് വെളിച്ചത്തിന്റെ മക്കളുടെ മുൻപിൽ വാതിലുകളെ അടയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, വെളിച്ചത്തിന്റെ മക്കളുടെ മുൻപിൽ, വെളിച്ചത്തിന്റെ മക്കളുടെ മുൻപിൽ ഇരുളിന്റെ ശക്തികൾക്ക് വാതിലുകൾ അടയ്ക്കുവാൻ കഴിയത്തില്ല. Come on, in the name of Jesus. ഏതാണ്ട് തുറക്കുന്ന ശബ്ദം ഇന്ന് പകൽക്കാലം കേൾക്കുന്നുവെങ്കിൽ ഈ ദൂതവാളായി, തീയായി, ചുറ്റികയായി വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ദൈവകൃപയാൽ വെളിപ്പെടുകയാണ്. വാതിലുകൾ തുറക്കട്ടെ. യെസ്, വാതിലുകൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ഓഗസ്റ്റ് മാസം 13-ാം തീയതി ബിസിനസ് ആവശ്യങ്ങൾക്കായി വാതിലുകൾ തുറക്കട്ടെ, സമ്പത്തിനായി വാതിലുകൾ തുറക്കട്ടെ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായി വാതിലുകൾ തുറക്കട്ടെ, വിദ്യാഭ്യാസത്തിനായി ബുദ്ധികൾ തുറക്കട്ടെ, ഭാവിക്കായി നന്മയുടെ വാതിലുകൾ തുറക്കട്ടെ, പ്രമോഷന്റെ വാതിലുകൾ തുറക്കട്ടെ. തട്ടി നിൽക്കാൻ സമയമില്ല കർത്താവേ. എത്തേണ്ട സ്ഥാനത്ത് ജനം എത്തേണ്ട നേരമായി. സമുദ്രത്തെ തുറന്നവനെ, സമുദ്രത്തെ തുറന്നവനെ, ചെങ്കടലിനെ തുറന്നവനെ, യോശുവയ്ക്ക് വേണ്ടി യോർദാനെ തുറന്നവനെ, ഏലിയാവിന് വേണ്ടി യോർദാനെ തുറന്നവനെ, എലീശായ്ക്ക് വേണ്ടി യോർദാനെ തുറന്നവനെ, ഇസ്രായേലിന് വേണ്ടി യോർദാനെ തുറന്നവനെ, കല്ലറ തുറന്നവനെ, പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നവനെ, പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നവനെ, ഉയർപ്പിന് ശക്തിയായി കല്ലറ തുറന്നവനെ. യഫഥാ, വാതിലുകൾ തുറന്നു വരട്ടെ. കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ദൈവത്തിന് അടഞ്ഞിരിക്കുന്ന സകല മണ്ഡലങ്ങളെ തുറക്കുവാൻ കഴിയും. ഇന്നലെ സ്തോത്രം ഈവനിങ് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ സ്തോത്രം ഈ കുടുംബത്തിൽ വന്ന് ആരാധിക്കുന്നതായ ഒരു സ്തോത്രം അതേ സഹോദരിയെ കാണുകയുണ്ടായി. ഡോക്ടർ നീസി ഒളിപ്രകാരം പറഞ്ഞു. സ്തോത്രം, അതേ, PhD-കാരിയാണ് ഫിസിക്സിൽ. ചന്ദ്രയാൻ്റെ ആ പ്രത്യേക പ്രോഗ്രാമിൽ സ്തോത്രം ആ പുള്ളിക്കാരി ഭാഗമാണ്. ഓൺലൈൻ ആയതുകൊണ്ട് ഡീറ്റെയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രത്യേക കാര്യം സ്തോത്രം ഭയങ്കരമായി അവൾ കോൺട്രിബ്യൂട്ട് ചെയ്തവളാണ്. സ്തോത്രം ആദ്യം ചെയ്തപ്പോൾ അത് ചീത്തയായിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ നീ ചെയ്തത്? ആദ്യം ചെയ്തത് ഒടിഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, എന്താ ചെയ്തത്? പ്രതീക്ഷിച്ചു ഉത്തരം. സ്തോത്രം തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവസന്നിധിയിൽ ആരാധിച്ചു, കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു. സ്തോത്രം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കർത്താവ്, ആൽബർട്ട് ഐൻസ്റ്റീൻ പല കണ്ടുപിടുത്തങ്ങൾ ചെയ്തത് ലബോറട്ടറിയിൽ നിന്നല്ല, സ്വപ്നങ്ങളുടെ ദർശനങ്ങളിലൂടെയാണ് പലത് കണ്ടുപിടിക്കേണ്ട ബുദ്ധി ദൈവം കൊടുത്തത്. ആ PhD-കാരി ഡോക്ടർ നീസി, അവളുടെ പേരതാണ്. ഡോക്ടർ നീസി എന്നോട് ഇപ്രകാരം പറഞ്ഞു, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ പരിപാലിച്ചു, ദൈവം എന്നെ നടത്തി. ഇപ്പോൾ അത് സ്തോത്രം, അതേ, ചന്ദ്രയാൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് അതിനെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവൾ മടങ്ങി വരികയാണ്. തല കുനിച്ചല്ല, തല ഉയർത്തി. Come on. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷ പറയുന്നവരുടെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ചന്ദ്രയാനിൽ ഉണ്ടെന്ന്. യെസ്, ഈ പുസ്തകം ആരാണ് ഉയർത്തിയത്? ദൈവം അവരെ ഉയർത്തുന്നു. തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, ബുദ്ധികൾ തുറക്കട്ടെ, ജ്ഞാനം തുറക്കട്ടെ, നന്മകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. സയന്റിഫിക് ബ്രെയിൻ, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ശാസ്ത്രീയ മനസ്സ്, സയന്റിഫിക് ബ്രെയിൻ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കാരണം സ്വർഗത്തിൽ അടഞ്ഞ വാതിലുകളില്ല. സ്തോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, 2023 തട്ടി നിൽക്കുന്ന ദിവസങ്ങളല്ല, പകരം വാതിലുകളുടെ മുൻപിൽ തട്ടി നിൽക്കുന്ന ദിവസങ്ങളല്ല. ഒന്ന് തുറന്നോ, ഒന്ന് തുറന്നോ, ഒന്ന് തുറന്നോ. നോ, 2023 തുടർന്നുള്ള ആഴ്ചകളും മാസങ്ങളും ഒരു ഫ്രീ എൻട്രിയുടെ ദിവസങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ. ഫ്രീ എൻട്രി, ഫ്രീ എൻട്രി, ഫ്രീ വാക്കിൻ, ഫ്രീ വാക്കിൻ. ഐ പ്രൊഫസൈ ഓവർ യു. നിന്റെ വീട്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിൽ, നിന്റെ വീട്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിൽ, നന്മകളിൽ നീ നടന്നു കയറുവാൻ വേണ്ടി പോകുന്നു. വീട്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിൽ, നന്മകളിൽ നീയും നിന്റെ കുഞ്ഞുകുട്ടികളും നടന്നു കയറുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ.
വെളിച്ചത്തിന്റെ മക്കളെ മുൻപിൽ ഇരുളിന്റെ ശക്തികൾക്ക് വാതിലടപ്പാൻ കഴിയത്തില്ല. രാത്രി ഉണ്ടായിരുന്നെങ്കിൽ വാതിലടയുമായിരുന്നു. പക്ഷേ സ്തോത്രം, രാത്രി അവിടെ ഇല്ലല്ലോ. രാത്രി ഉണ്ടായിരുന്നെങ്കിൽ വാതിലടയുമായിരുന്നു. എടോ പിശാചേ, എൻ്റെ സൂര്യൻ അസ്തമിക്കുന്നില്ലല്ലോ. ഓ, എനിക്ക് രാത്രിയല്ല, എനിക്ക് പകലാണ്. എൻ്റെ മുൻപിൽ വാതിലടയുവാൻ കഴിയത്തില്ല. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും സകല ദിശകളിലും ദിക്കുകളിലും വാതിലുകൾ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ശുശ്രൂഷകന്മാരെ, സമയമില്ലല്ലോ കർത്താവേ, സമയമില്ലല്ലോ കർത്താവേ എന്ന ക്രമത്തിൽ നീ ഓടുവാൻ പോകുന്നു, നീ നിൽക്കുവാൻ പോകുന്നു, നീ പ്രയോജനപ്പെടുവാൻ പോകുന്നു. വാതിലുകൾ തുറക്കുകയാണ്. സ്തോത്രം. അതേ വേദപുസ്തകം പറയുന്നു, ഓ, അവിടെ രാത്രിയില്ല. 21:25 പറയുന്നു, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലം അടയ്ക്കയില്ല. അവിടെ രാത്രിയില്ലല്ലോ. സ്വർഗത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. അവിടെ രാത്രിയില്ലല്ലോ. വെളിപ്പാട് 21:27 കടന്നു വന്നാട്ടെ. സ്തോത്രം. അതേ, സ്വർഗത്തിൽ ഈ ഭൂമിയിലുള്ള മറ്റൊരു കാര്യം അവിടെ ഇല്ല. അവിടെ മ്ലേച്ഛതയില്ല. ഭോഷ്ക് പ്രവർത്തിക്കുന്നവർ ആരും, സ്തോത്രം, അതിൽ കടക്കയില്ല. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ പാപമില്ല. പെട്ടെന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ പാപമില്ല. സ്വർഗത്തിൽ എന്തില്ല? സ്വർഗത്തിൽ പാപമില്ല. സ്തോത്രം. അതെ, മ്ലേച്ഛത പ്രവർത്തിക്കുന്നവൻ ആരും കടക്കത്തില്ല. അത് പാതിരിയാകട്ടെ, പാസ്റ്ററാകട്ടെ, ബിഷപ്പാകട്ടെ, അത് പഴയ വിശ്വാസിയാകട്ടെ, പുതിയ വിശ്വാസിയാകട്ടെ. സ്വർഗം ഗാർബേജ് ബോക്സ് അല്ല. സ്വർഗം, സ്തോത്രം, അഴുക്ക് പാത്രമല്ല. സ്വർഗം മാനപാത്രമായി ദൈവകൃപയിൽ വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിൽ പാപമില്ല. 12-ാമതായി വെളിപ്പാട് 22:3 തൊട്ടടുത്ത അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു കാര്യം സ്വർഗത്തിൽ കാണുന്നു. 22:3 വായിക്കുമ്പോൾ there is no curse. അവിടെ ശാപമില്ല. വെളിപ്പാട് പുസ്തകം 22:3 വായിക്കുമ്പോൾ യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ഈ ഭൂമി, സ്തോത്രം, അതേ, പാപത്തിന്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ഭൂമിയെ ദൈവം ശപിച്ചു. ഒരിക്കൽ കൂടെ, ഈ ഭൂമി പാപത്തിന്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ഭൂമിയെ ദൈവം ശപിച്ചു. ഉൽപ്പത്തി പുസ്തകം 3:19 ആദം ഈ ഭൂമിയിൽ വെച്ച്, സ്തോത്രം, പാപം ചെയ്തു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഭൂമി ശപിക്കപ്പെട്ടത്. പരക്കാരിയും മുള്ളും ഈ ഭൂമിയിൽ നിന്ന് വളരുക. എന്നാൽ ആദ്യം ദൈവം ശപിച്ചത് പാപം മനുഷ്യനെയല്ല, ഭൂമിയല്ല. ആദ്യം ദൈവം ശപിച്ചത് സാത്താനെയാണ്. എല്ലാ ദുരാത്മാവും കേട്ടെന്നാണിക്കട്ടെ. ഓ, ആദ്യം ദൈവം ശപിച്ചത് സാത്താനെയാണ്. സഹോദരി സഹോദരന്മാരെ, സാത്താന്റെ ശാപം എന്നെന്ന് നിലനിൽക്കുന്നു. എന്നാൽ നീ അറിഞ്ഞില്ലയോ എന്ന് എനിക്കറിയത്തില്ല, നിന്റെ ശാപത്തെ കർത്താവ് എന്നേ നീക്കി. ആഹാ, 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 നിന്റെ ശാപത്തെ കർത്താവ് നീക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ശാപത്തെ യേശു ഏറ്റെടുത്തു. യോഹന്നാൻ സുവിശേഷം 19:1 യേശു കർത്താവിന്റെ തലയിൽ മുൾക്കിരീടമുണ്ട്. പറക്കാരയും മുള്ളും വളരും. മുള്ള് ശാപത്തെ കുറിക്കുന്നു. എന്നാൽ ആ ശാപം നിന്റെ മേൽ ഇരിക്കാതിരിക്കേണ്ടത് വേണ്ടി യേശു നിന്റെ ശാപത്തെ ചുമന്നു. അതുകൊണ്ട് ആർക്കും നിന്നെ നോക്കി ശപിപ്പാൻ കഴിയത്തില്ല. ഒരു പൂജാരിക്കും മന്ത്രവാദിക്കും ഒരു ചൊവ്വാഴ്ചക്കാരനും വെള്ളിയാഴ്ചക്കാരനും നിന്നെ ശാപം കൊണ്ട് കെട്ടുവാൻ തക്കൊണ്ട് കഴിയത്തില്ല. കാരണം ശക്തിയുള്ള യേശുവിന്റെ രക്തത്താൽ അവൻ നിന്നെ പൊതിഞ്ഞും നിർത്തിയിരിക്കുകയാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സ്തോത്രം, അതേ, പ്രവൃത്തിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നാട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹം ചുമന്ന് നടക്കുന്നവനാണ്. ഹല്ലേലൂയ. അനുഗ്രഹത്തെ ചുമക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഒരു പാസ്റ്ററും ഒരു പ്രവാചകനും കൃപ നഷ്ടപ്പെട്ടതായ, അഭിഷേകം നഷ്ടപ്പെട്ട ഒരു ശൗലിനും നിന്നെ നോക്കി ശപിപ്പാൻ തക്കൊണ്ട് കഴിയത്തില്ല. ഒരു മാനസിക രോഗിക്കും ഒരു ഭൂതത്തിനും നിന്നെ നോക്കി ശാപം പറവാൻ തക്കൊണ്ട് കഴിയത്തില്ല. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, കാരണം കൂടാത്ത ശാപം ഫലിക്കയില്ല. സകല കാരണങ്ങളെ കാൽവരി ക്രൂശിന്മേൽ കർത്താവ് നിവർത്തിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. യോഹന്നാൻ 19:30 സകലതും നിവർത്തിയായി. സ്തോത്രം. അതേ, അവൻ സകലതും ചെയ്തു തീർത്തു. അതുകൊണ്ട് നീയും നിന്റെ ഭവനവും നിന്റെ തലമുറയും നിന്റെ ഫ്യൂച്ചറിലും നീ കാണുന്നത് അനുഗ്രഹം മാത്രമാണ്.
ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കുള്ളത്. ആവർത്തന പുസ്തകം 28:1, വചനം അനുസരിച്ചത് നിമിത്തമുള്ള അനുഗ്രഹം നിനക്കുള്ളത്. സ്നാനപ്പെട്ട എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ, സ്നാനപ്പെട്ട എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. വചനം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹമുണ്ട്. കരങ്ങളെ താഴ്ത്തിയിട. സ്നാനപ്പെടാത്തവർ കരങ്ങൾ ഉയർത്തിയാട്ടെ, സ്നാനപ്പെടാത്തവർ കരങ്ങൾ ഉയർത്തിയാട്ടെ, സ്നാനപ്പെടാത്തവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അടുത്ത സ്നാനം നിങ്ങളുടേതാണ്, വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. അത് വചനം അനുസരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അനുഗ്രഹമുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹമുണ്ട്, വചനം അനുസരിക്കുമ്പോഴുള്ള അനുഗ്രഹമുണ്ട്. നമ്പർ 3, സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹവും നിനക്കുണ്ട്. സഭ എന്ന് പറയുന്നത് ശാപം ചുമക്കുന്നവരല്ല, സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം ചുമക്കുന്നവരാണ്. സഭ സ്വർഗത്തിൽ എത്തുമ്പോൾ, സഭ സ്വർഗത്തിലെത്തുമ്പോൾ, സഭയുടെ അക്കുമുലേഷൻ സ്വർഗത്തിൽ നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഇനി ശാപം ഉണ്ടാകുകയില്ല. പഴയ ഭൂമിയിലാണ് ശാപം, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ശാപം ഇല്ല. വേദപുസ്തകം പറയുന്നു, മത്തായി സുവിശേഷം 22:30 വായിക്കുമ്പോൾ 13-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. there is no marriage in eternity. സ്തോത്രം. മത്തായി സുവിശേഷം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, അവിടെ പുനരുത്ഥാനത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം എടുക്കുന്നില്ല. മത്തായി 22:30 വായിക്കുമ്പോൾ പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇന്നീ മംഗലം ശോഭിക്കുവാൻ, ആ പാട്ട് അവിടെ ഇല്ല. സ്വർഗത്തിൽ വേറെ വേറെ പാട്ടുണ്ട്. ഉറങ്ങിയിരുന്ന ആരാണ്ട് ഞെട്ടി, അയ്യോ സ്തോത്രം. സ്വർഗത്തിൽ ആ പാട്ട് കേൾക്കത്തില്ല. സ്വർഗത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുന്നില്ല. 14-ാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ ജനനമില്ല. സ്വർഗത്തിൽ വിവാഹമില്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ ജനനമില്ല. അയ്യോ പാവം. സ്തോത്രം. സ്വർഗത്തിൽ ജനനമില്ല, പകരം സ്വർഗത്തിൽ എന്താ ഉള്ളത്? വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാണ് സ്വർഗത്തിൽ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ജനനമില്ല, പക്ഷെ വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തിലാണ്, സ്തോത്രം, കൂട്ടമാണ് സ്വർഗത്തിലുള്ളത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സ്തോത്രം, ഒരു വിദേശ രാജ്യത്തായിരുന്നപ്പോൾ ഒരു ചെറുക്കൻ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ ഐ ഹാവ് എ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു, സ്തോത്രം പറഞ്ഞേ. അവൻ പറഞ്ഞു, ഞാൻ ജനിച്ചത് പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറുക്കനാണ്, എന്നെക്കാളും പകുതി കൂടെ തടിയുണ്ട്. അങ്കിൾ സ്തോത്രം, ഞാൻ ജനിച്ചത് പെണ്ണാണെന്ന് തോന്നുന്നു. ഒരു ചെറുക്കനാണ് പറയുന്നത്. ഞാൻ അവൻ്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, മക്കളെ വീണ്ടും ജനിച്ചാൽ മതി, ജനിച്ചതിൻ്റെ മുഴുവൻ കൺഫ്യൂഷൻ അപ്പം തീരും. ജനിച്ചതിൻ്റെ മുഴുവൻ കൺഫ്യൂഷനും സ്തോത്രം വീണ്ടും ജനിച്ചാൽ തീരും. കാരണം 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. എല്ലാ ഈവിൾ ഇമാജിനേഷൻസ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ ദുരാത്മാവിൻ്റെ ഐഡിയയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്ക്, ദൈവ ശബ്ദം കേൾക്ക്, പരിശുദ്ധാത്മാവിൽ നിറയെ. യേശു കർത്താവ് വേഗം വരുന്നു. സ്തോത്രം. അതേ സമുദ്രമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, വേദനയില്ലാത്ത, മന്ദിരമില്ലാത്ത, സൂര്യനും ചന്ദ്രനുമില്ലാത്ത, വാതിലുകൾ അടയാത്ത, രാത്രിയില്ലാത്ത, പാപമില്ലാത്ത, ശാപമില്ലാത്ത, വിവാഹമില്ലാത്ത, ജനനമില്ലാത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയായ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഇതാ the king is on the way. രാജാവ് വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രസംഗം നീ ഓർക്കും. സ്തോത്രം. നീ മരിച്ചു കഴിയുമ്പോൾ ഈ കൂട്ടിൽ നിന്ന് നിന്റെ വീട്ടിലേക്ക് പോകുവാൻ സ്തോത്രം നീ പുറത്തിറങ്ങുക. നിന്റെ അകത്തെ മനുഷ്യൻ പുറത്തിറങ്ങുക. സ്തോത്രം. അതെ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അപ്പന്മാർ, അമ്മമാർ മരിക്കുമ്പോൾ പ്രത്യാശയില്ലാത്തവർ ഈ പ്രകാരം പറയും, സ്തോത്രം, അയ്യോ എൻ്റെ അപ്പൻ വീട്ടിൽ നിന്ന് പോകുന്നേ. അങ്ങനെയല്ല പറയേണ്ടത്, എൻ്റെ അപ്പൻ വീട്ടിലേക്ക് പോയേ. അപ്പൻ വീട്ടിൽ നിന്നല്ല പോകുന്നത്, അപ്പൻ വീട്ടിലേക്കാണ് പോയത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ വീട്ടിൽ നിന്നല്ല പോകുന്നത്, ഈ കൂടിൽ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ്. ഈ കൂടിൽ നിന്ന് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളുടെ ആത്മാവ് പുറത്തിറങ്ങും. ഒരു റോക്കറ്റിൻ്റെ വേഗതയിൽ സ്തോത്രം വീട്ടിൽ നിന്ന്, ആ പഞ്ചായത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ജില്ലയിൽ നിന്ന് നിങ്ങളിതാ മാറി പോകുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. സ്തോത്രം. ഒരു ആകർഷണ ശക്തി, ഭയങ്കരം, വർണ്ണിപ്പാൻ കഴിയാത്ത ഒരാകർഷണം. ആ ദേശം വിട്ട് നിങ്ങൾ പോകുകയാണ്. ആ മരങ്ങൾ, ആ പ്രദേശങ്ങൾ വിട്ട്, മേഘങ്ങൾ വിട്ട് നിങ്ങൾ പോകുകയാണ്.
മാറുകയാണ്. ആ പ്രദേശങ്ങളും ആ മരങ്ങളെ എല്ലാം വിട്ട് ഇതാ സ്തോത്രം ഈ പുറത്ത് ശോഭിക്കുന്ന സൂര്യനേക്കാൾ 10,000 ശോഭയുള്ളതായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ അടുക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അതിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ സ്തോത്രം, അതേ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും, വെൽക്കം ഹോം. വീട്ടിലേക്ക് സ്വാഗതം. ബോലോ യേശു പ്രഭുക്കേ. വീട്ടിലേക്ക് സ്വാഗതം. ആ ഗേറ്റ് കടക്കുമ്പോൾ നമ്മൾ പറയും, സ്തോത്രം, നേടി, ദൈവകൃപയാൽ നേടി. ദൂതതാണ് നേരെ ചൊവ്വേ ജീവിച്ചോളണം. ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ ആയിരിക്കും നിത്യത. ഇതൊരു റിഹേഴ്സലാണ്. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്ന ഒരു റിഹേഴ്സലാണ്. വായിൽ വാക്കും കയ്യിലെ ഇരിപ്പും നിന്റെ ലൈഫ് എങ്ങനെ ഇരിക്കുന്നു, നിന്റെയും എന്റെയും ലൈഫ്, സ്തോത്രം, നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമോ അതുപോലെ ആയിരിക്കും സ്വർഗം. സ്തോത്രം. ഒരു വലിയ ശുശ്രൂഷകൻ ഒരിക്കൽ മരിച്ചു. സ്തോത്രം. സ്വർഗത്തിലേക്ക് പോയി. ഒരു ഉപമയാണ്. ഒരു വലിയ മനുഷ്യൻ, ഈ ഭൂമിയിലെ വലിയൊരു മനുഷ്യൻ മരിച്ചു, സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിൽ ചേരുന്നപ്പോൾ വാതിക്കൽ അദ്ദേഹത്തെ സ്വീകരിപ്പാൻ ആരുണ്ട്? വിശുദ്ധ പത്രോസ് ഉണ്ട്. പത്രോസ് പറഞ്ഞു, ഏതായാലും വന്നല്ലോ, വാ. അവരിതാ മുന്നിലേക്ക് നടക്കുക. ആ വഴിയിലൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ സ്തോത്രം, ആ മനുഷ്യൻ ചോദിച്ചു പത്രോസിനോട്, എങ്ങോട്ടാ പോകുന്നത്? നിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നിന്റെ വീട്ടിലേക്ക്. ഓ, ആ മനുഷ്യൻ വിചാരിച്ചു, ഭൂമിയിൽ എല്ലാവർക്കും എന്നെ അറിയാം, യൂട്യൂബിലും ഫേസ്ബുക്കിലും എവിടെ നിന്നാലും സ്തോത്രം, ഞാനായിരുന്നു മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്, നിങ്ങളെങ്ങനെ ഇരുന്നാൽ മതി. സ്തോത്രം. അതെ, മുന്നോട്ട് നടന്നപ്പോൾ ആദ്യം വലിയൊരു കൊട്ടാരം കണ്ടു. ആദ്യം വലിയൊരു കൊട്ടാരം. ഇതാരുടേതാണ്? സ്തോത്രം. ഇത് നിൻ്റെതല്ല, ഭാരപ്പെടേണ്ട, ഇത് പൗലോസിൻ്റെയാണ്. തൊട്ടടുത്ത് അതിന് സമാനമായി വേറൊരു കൊട്ടാരം ഇരിക്കുന്നു. ഇതാരുടേതാണ്? ഇതെൻ്റെതാണോ? നോ, ഇത് ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെതാണ്. സ്തോത്രം. അത് അടുത്ത് വന്നപ്പോൾ അതിന് തുല്യമായ വേറൊരു സ്തോത്രം കൊട്ടാരം ഇരിക്കുന്നു. ഇത് ആരുടേതാണ്? ഇത് ആ ജയിലിൽ സുവിശേഷം പറഞ്ഞ് നടക്കുന്ന ഉപദേശി ഉണ്ടല്ലോ, ജയിലിൽ ആരും പോകത്തില്ലല്ലോ, ജയിലിൽ പൈസ കിട്ടാത്ത സ്ഥലമാണ്, അവിടെ സുവിശേഷം പറഞ്ഞ ഉപദേശിക്കുള്ളതാണ്. ഇതാരുടേതാണ്? ഇത് ആ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ആൻറ്റി ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ്, അതായത് തിരുവനന്തപുരം RCCയും മെഡിക്കൽ കോളേജും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ആൻറ്റി ഉണ്ടല്ലോ, ആ ആൻറ്റിയുടെ കൊട്ടാരമാണ് ഈ കാണുന്നത്. സ്തോത്രം. ഇതാരുടേതാണ്? ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ല, ഒരു അമേരിക്കൻ അമ്മാമിയും ഒരു കുവൈറ്റ് അച്ചാച്ചൻ്റെയും കൈത്താങ്ങലില്ലാതെ കരഞ്ഞ് ഉപവസിച്ച് പട്ടിണി കിടന്ന് ദൈവവേല ചെയ്ത ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, ആ ഉപദേശിയുടെ കൊട്ടാരമാണിത്. കുറേ ദൂരം മുന്നിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ അളവുകൾ കുറയുന്നു. വീടിൻ്റെ അളവ് ചെറുതാകുന്നു. വീടിൻ്റെ അളവ് ചെറുതാകുന്നു. വീടിൻ്റെ അളവ് ചെറുതാകുന്നു. വീടിൻ്റെ അളവ് ചെറുതാകുന്നു. ഏറ്റവും അവസാനം ചെന്നപ്പോൾ പഴയ കോഴിക്കൂട് കണ്ടിട്ടുണ്ടോ? കോഴിക്കൂട് കണ്ടിട്ടുണ്ടോ? ജീവനുള്ള കോഴിയെപ്പോലും ഇന്ന് കാണാനില്ല. പഴയ കോഴിക്കൂട് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചെറിയൊരു സ്തോത്രം, അതെ, ഒരു ചെറിയൊരു കൂര ഇരിക്കുന്ന സ്തോത്രം. പത്രോസ് പറഞ്ഞു, ഇത് നിൻ്റെതാണ്, കയറി താമസിച്ചാട്ടെ. അകത്തൊറ്റ മെഴുകുതിരിയുണ്ട്. സ്തോത്രം. ഈ ഭൂമിയിൽ നീ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ ആയിരിക്കും നിത്യത. ഈ ഭൂമിയിൽ നീ എങ്ങനെ വാഴുന്നോ അതുപോലെ ആയിരിക്കും നിത്യത. പത്രോസിനോട്, അയ്യോ ഇത്ര ചെറുതായി പോയോ? പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഭൂമിയിലെ ജീവിതം എന്താണോ അതനുസരിച്ചുള്ള മെറ്റീരിയലാണ് സ്തോത്രം സ്വർഗത്തിലെ വീടിനെ വലുതാക്കുന്നത്. ഭൂമിയിലെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഭൂമിയിലെ ജീവിതത്തിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചാണ്. ഭൂമിയിലെ ജീവിതമാകുന്ന മെറ്റീരിയൽ കൊണ്ടാണ് സ്വർഗത്തിലെ വീട് പണിക്കുന്നത്. മനസ്സിലായില്ല? ഭൂമിയിലെ ജീവിതത്തിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സ്വർഗത്തിലെ വീട് പണിക്കുന്നത്. ഈ ഭൂമി എങ്ങനെ ജീവിക്കുമോ അതുപോലെ ആയിരിക്കും നിത്യത. അതുകൊണ്ട് ഇന്നലേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ജീവിക്കാം. ഇന്നലേക്കാൾ കുറച്ചുകൂടെ നന്നായി ചിന്തിക്കാം. ഇന്നലേക്കാൾ കുറച്ചുകൂടെ നന്നായി കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഇൻട്രഡക്ഷനോടെ ഈ ദൂത് വീണ്ടും തുടരട്ടെ. സ്തോത്രം. ദ വണ്ടേഴ്സ് ഓഫ് ഹെവൻ. സ്വർഗം എന്ന് പറയുന്നത് ഒരു അത്ഭുതത്തിന്റെ സ്ഥലമാണ്. ഹെവൻ ഈസ് റിയൽ. സ്വർഗം യാഥാർത്ഥ്യമാണ്. സ്വർഗം എന്നത് ഒരു അത്ഭുതത്തിന്റെ സ്ഥലമാണ്. എങ്ങനെ പറയാൻ കൊണ്ട് കഴിയും? സ്വർഗം സ്തോത്രം ഒരു അത്ഭുതത്തിന്റെ സ്ഥലമാണ്. എഴുതിയെടുക്കാൻ. നമ്പർ 1, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സിൻലെസ്. പാപം ഇല്ലാത്ത സ്ഥലമാണ് സ്വർഗം. പാപം ഇല്ലാത്ത സ്ഥലമാണ് സ്വർഗം. സ്തോത്രം. പാപം ഇല്ലാത്ത സ്ഥലമാണ് സ്വർഗം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം. കോടാനുകോടി ദൈവത്തിന്റെ ദൂതന്മാർ. യെശയ്യാ 6:3, വെളിപ്പാട് 4:8. കോടാനുകോടി ദൈവത്തിന്റെ ദൂതന്മാർ, പ്രത്യേകിച്ച് കെരൂബുകൾ. ഇതാ സ്തോത്രം 2 ചെറുകൊണ്ട് പാദം മൂടി, 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് പറന്നുകൊണ്ട് സ്വർഗത്തിൽ ഇവണ്ണം വിളിച്ചു പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
സ്വർഗം സ്തോത്രം ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സിൽനെസ്, പാപം ഇല്ലാത്ത സ്ഥലം. യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, സ്വർഗം സ്തോത്രം തൃക്കണ്ണിന് വിശുദ്ധമല്ല. അർത്ഥം ദൈവം സ്വർഗത്തെക്കാൾ വിശുദ്ധനാണ്. സ്വർഗം സ്തോത്രം അതേ പരിശുദ്ധ സ്ഥലമാണ്. സഹോദരി സഹോദരന്മാരെ, പാപമുള്ള ഒരുവനും സ്വർഗത്തിൽ എത്തുവാൻ കൊണ്ട് കഴിയത്തില്ല. പരസ്യമാകട്ടെ രഹസ്യമാകട്ടെ, പാപമുള്ള ഒരുവനും സ്വർഗത്തിൽ എത്താൻ കഴിയത്തില്ല. നിന്റെ നോട്ടം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ചിന്ത വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കൊടുക്കൽ വാങ്ങൽ വിശുദ്ധമായിരിക്കട്ടെ, ഫോൺ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ലാപ്ടോപ്പ് വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. കാരണം ഇത് വിശുദ്ധ പുസ്തകമാണ്. നമ്മുടെ രക്ഷകൻ വിശുദ്ധനാണ്. നമ്മിൽ ചലിക്കുന്ന ആത്മാവ് പരിശുദ്ധ ആത്മാവാണ്. അതേ പരിശുദ്ധ പിതാവാണ് സ്വർഗത്തിൽ വസിക്കുന്നത്. വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം കടന്നു വരുന്നു. ഹല്ലേലൂയ. സ്വർഗം സ്തോത്രം പാപമില്ലാത്ത സ്ഥലമാണ്. നമ്പർ 2, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സർപ്രൈസ്. അതൊരു സ്തോത്രം അതിശയങ്ങളുടെ സ്ഥലമാണ് സ്വർഗം. സ്വർഗം സ്തോത്രം ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സർപ്രൈസ്. അതിശയങ്ങളുടെ സ്ഥലമാണ്, വിസ്മയങ്ങളുടെ സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് വിസ്മയങ്ങളുടെ സ്ഥലം. വായ്, എന്തുകൊണ്ട് സ്വർഗം വിസ്മയങ്ങളുടെ സ്ഥലം? യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ, സ്തോത്രം നാശത്തിലേക്കുള്ള വഴി അത് വലിയ ഹൈവേ ആണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. പക്ഷേ യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു. 13 വാക്യം വായിച്ച്, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൻ. സ്തോത്രം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്ന. അർത്ഥം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരാകട്ടെ, ജീവിച്ചു മരിച്ചവരാകട്ടെ, കാലമുണ്ടെങ്കിൽ നാളെ ജനിച്ച് ജീവിക്കുന്നവരാകട്ടെ, ഭൂരിപക്ഷം ആൾക്കാർ സ്വർഗത്തിലെത്തത്തില്ല. എന്തൊരു ശാന്തത! ഭൂരിപക്ഷം ആൾക്കാർ സ്വർഗത്തിൽ എത്തത്തില്ല. ഭൂരിപക്ഷം ആൾക്കാർ സ്വർഗത്തിൽ എത്തത്തില്ല. ഒരു ന്യൂനപക്ഷം മാത്രമാണ് സ്വർഗത്തിൽ എത്തുന്നത്. ഇടുക്കുവാതിലൂടെ സ്തോത്രം അകത്ത് പ്രവേശിപ്പിൻ. ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിപ്പിൻ. ദൂതിതാണ് സ്തോത്രം. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ബ്രദർ സുരേഷ് ബാബു, ഈ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ എനിക്ക് സ്വർഗത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. മനസ്സിലാക്കുക, എൻ്റെ പ്രസംഗം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. 34 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. എനിക്കറിയാം എങ്ങനെയാണ് പാടേണ്ടത്, എനിക്കറിയാം എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, എനിക്കറിയാം സ്തോത്രം എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ബഹളമുണ്ടാകുന്നത് ഒക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ ഗിമിക്സ് കൊണ്ട്, ട്രിക്സ് കൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്തുവാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതമാണ് എന്നെ സ്വർഗത്തിലെത്തുന്നത്. നിന്റെ ജീവിതം, നിന്റെ രഹസ്യ ജീവിതം, അതാണ് നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗം ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സർപ്രൈസ്. സ്തോത്രം. കാരണം അത് പ്രതീക്ഷിക്കാത്ത പലര് സ്വർഗത്തിലുണ്ടായിരിക്കുക. പ്രതീക്ഷിക്കുന്ന പല ഉപദേശമാണ് സ്വർഗത്തിൽ കാണത്തില്ല. ഹലോ, പ്രതീക്ഷിക്കുന്ന നിന്റെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി പ്രീച്ചേഴ്സ് ചിലപ്പോൾ സ്വർഗത്തിൽ കാണത്തില്ല. നീ പ്രതീക്ഷിക്കുന്ന പല ദൈവമക്കൾ പലപ്പോഴും സ്വർഗത്തിൽ കാണത്തില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത ചിലർ സ്വർഗത്തിലുണ്ടായിരിക്കുക. 2 എക്സാമ്പിൾ പറയട്ടെ. ഒന്ന്, യെശയ്യാവിനെ കൊന്നതായ ഒരു രാജാവുണ്ട്. യെശയ്യാവിനെ കൊന്ന രാജാവ്, പറഞ്ഞ മക്കളെ, അദ്ദേഹത്തിന്റെ പേരെന്ത്? യെശയ്യാവിനെ കൊന്ന രാജാവ് മനശ്ശെ. സ്തോത്രം. മനശ്ശെ നിമിത്തമാണ് ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെട്ടത്. അവന് മുൻപും അവന് ശേഷവുമുള്ളതായ മറ്റേത് രാജാക്കന്മാരെക്കാളും സ്തോത്രം ക്രൂരനും ദുഷ്ടനുമായിരുന്നു മനശ്ശെ. എന്നാൽ തിരുവചനം പറയുന്നു മനശ്ശെ സ്വർഗത്തിലുണ്ട്. കാരണം എന്ത്? അവൻ്റെ ആരംഭത്തെക്കാൾ അവൻ്റെ അവസാനം നല്ലതായി. അവൻ്റെ ആരംഭത്തെക്കാൾ അവൻ്റെ അവസാനം നല്ലതായി. ബ്രദർ സുരേഷ് ബാബു എങ്ങനെ പറയാൻ കൊണ്ട് കഴിക്കും മനശ്ശെ സ്വർഗത്തിലുണ്ടെന്ന്? ഒരൊറ്റ വാക്ക്, ഒരൊറ്റ കാര്യം, ഒരേ ഒരു ദൂത്, ഒരേ ഒരു വിഷയം. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ മാനസാന്തരപ്പെട്ടു. ഡെയിലി 100 കണക്കിന് പാപങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. 1000 ദുരാത്മാക്കൾ നിന്നെ വേട്ടയാടി സ്തോത്രം സാത്താന്റെ ഏജന്റായി സ്തോത്രം നീ ജീവിക്കുന്നുണ്ടായിരിക്കാം. പാപത്തിന്റെ അടിത്തട്ടിന്റെ അഴുക്ക് ചാലിലായിരിക്കാം നീ കിടക്കുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം സ്തോത്രം നിന്റെ ലൈഫിൽ ഒരു ടെലഗ്രാം ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ. മാനസാന്തരപ്പെടുമോ? മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടോ? നീ കത്തുന്ന നരകത്തിലല്ല, മഹത്വത്തിന്റെ സ്വർഗത്തിൽ നീ എത്തും. നമ്പർ 2, മനുഷ്യ സ്വർഗത്തിലുണ്ടെങ്കിൽ. നമ്പർ 2, രണ്ടാമത്തെ എക്സാമ്പിൾ പറയട്ടെ. ദേവാലയത്തെ പൊളിച്ചു ഒരു രാജാവ് ഉണ്ടായിരുന്നു.
ദേവാലയത്തെ പൊളിച്ച രാജാവ്, യഹൂദന്മാരെ പ്രവാസികളായി അടിമകളായി കൊണ്ടുപോയതായ ഒരു രാജാവ്. സ്തോത്രം. അവൻ യഹൂദനല്ല, അവൻ വന്നത് ഇന്നത്തെ ഇറാഖിൽ നിന്നാണ്. അവൻ ബാബേൽ സ്തോത്രം ബാബേൽ സംസ്ഥാനത്തിന്റെ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്നാ പറ? നെബൂഖദ്നേസർ. എന്നാൽ നെബൂഖദ്നേസർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു, നെബൂഖദ്നേസർ സ്വാധീനം ചെയ്യപ്പെട്ടു. സ്തോത്രം. നിങ്ങൾ ആത്മീയരാണെങ്കിൽ ഉന്നതന്മാരെ നിങ്ങൾ സ്വാധീനിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മീയരാണെങ്കിൽ ഉന്നതന്മാരെ നിങ്ങൾ സ്വാധീനിക്കും. സ്തോത്രം. എനിക്ക് മുഴുവൻ പറവാൻ നേരമില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് അവർ പറഞ്ഞു, ഞങ്ങൾ നിൽക്കേണ്ടതുപോലെ ജീവിക്കും, ഞങ്ങൾ നിൽക്കേണ്ടതുപോലെ നിൽക്കും, ഞങ്ങൾ നിൽക്കേണ്ടതുപോലെ നിൽക്കും. സ്തോത്രം. ആ തീച്ചൂളയിൽ ഞങ്ങൾ നിൽക്കേണ്ടതുപോലെ നിൽക്കും, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട, നിങ്ങൾ തീയിൽ നിൽക്കുന്നതിന് മുൻപ് തീച്ചൂളയിൽ ഞാൻ ഇറങ്ങി നിൽക്കും. ആരെങ്കിലും സ്തോത്രം പറഞ്ഞോ? Look at me. വളരെ ശ്രദ്ധിക്ക്. ഈ പുസ്തകം അനുസരിച്ച് നീ ഈ തലസ്ഥാന നഗരിയിൽ നിന്നാൽ ഒരിക്കലും നീ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. യഹോവ ഷമാ, ഇമ്മാനുവേൽ നിന്റെ കൂടെ ഇറങ്ങി നിൽക്ക്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകലും കുട്ടികളെ, ഇന്ന് പകലും സഹോദരി സഹോദരന്മാരെ, നിന്റെ ഹൃദയ കണ്ണു തുറന്നാൽ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കാണുവാൻ കഴിയും ഉയർത്തെഴുന്നേറ്റ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇന്ന് പകൽക്കാലം ഏത് ഹൈസിൽ ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. എയ്ഡ്സിനേക്കാൾ വലിയവൻ, ഞാൻ പറഞ്ഞത് എയ്ഡ്സിനേക്കാൾ വലിയവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. ക്യാൻസറിനെ സൗഖ്യമാക്കുന്നവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. വഴികൾ ഇല്ലാത്തടത്ത് വഴികൾ ഒരുക്കുന്നവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. മരുഭൂമിയിൽ നദികളെ തുറക്കുന്നവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നവൻ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, വിലാപങ്ങളെ ദുഃഖമാക്കി തീർക്കുന്നവൻ, നിന്റെ താഴ്ചകളിൽ നിന്നെ ഓർക്കുന്നവൻ, വൈരിയുടെ ബലത്തെ തകർക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. നിന്നെ ജീവിച്ചേ വേദപുസ്തകം പരിശുദ്ധ വചനമനുസരിച്ച് ജീവിച്ച് നീ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, തമ്പുരാൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. നീ നോട്ടീസ് അടിക്കണ്ട, നീ പോസ്റ്റ് ഒട്ടിക്കണ്ട. നിന്റെ ശത്രു വിളിച്ചു പറയും, നീ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. നാലാമൻ 3 പേരെ കിട്ടു, നാലാമൻ ദൈവപുത്രന് തുല്യനാകുന്നു. നെബൂഖദ്നേസർ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, നാലാമനായി സ്തോത്രം ദൈവപുത്രൻ നിൽക്കുന്നു. അതിൻ്റെ റിസൾട്ട് ആണ് ദാനിയേൽ 4-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം നെബൂഖദ്നേസറിനെ ദൈവം രൂപാന്തരപ്പെടുത്തി അവനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് സ്തോത്രം അതേ മൃഗത്തിന് തത്തുല്യമായി അവനെ പരിവപ്പെടുത്തി അവനെ തിരികെ കൊണ്ടുവന്ന് നെബൂഖദ്നേസർ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് തല ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ടാണ്. നിങ്ങൾ പലരും ഷോക്കായി. പള്ളി പൊളിച്ചവനാണ്, ദേവാലയം പൊളിച്ചവനാണ് നെബൂഖദ്നേസർ. തമ്പുരാൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? സ്തോത്രം. പള്ളി പൊളിച്ചവൻ. നമ്മൾ വിചാരിക്കുന്ന അവനെ ദൈവം മൊട്ടയടിക്കും, അവനെ തകർക്കും, അവൻ്റെ തലയിൽ ഇടിതി വീഴും. നോ. തമ്പുരാൻ പറഞ്ഞു, നോ, അങ്ങനെ പള്ളി പൊളിച്ചെങ്കിൽ നീ അങ്ങനെ നരകത്തിൽ കിടക്കണ്ട. നീ എൻ്റെ പള്ളിയെ പൊളിച്ചെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുകയല്ല ചെയ്യുന്നത്, എൻ്റെ സ്നേഹത്തിൽ നിന്റെ പഴയ മനുഷ്യനെ കൊന്ന് നിന്നെ ഞാൻ പുതിയൊരു മനുഷ്യനാക്കി എൻ്റെ രാജ്യത്തിൽ ഞാൻ നിന്നെ കൊണ്ടുവരികയാണ്. നെബൂഖദ്നേസർ സ്വർഗത്തിൻ്റെ തെരുവിലൂടെ നീ നടക്കുമ്പോൾ സ്തോത്രം എതിരെ ഒരാൾ നടന്നു വന്നിട്ട് ഇപ്രകാരം പറയും, ഹായ് അനിൽകുമാർ, ഐ എം നെബൂഖദ്നേസർ ഫ്രം ബാബിലോൺ. സ്തോത്രം, ഞാൻ നെബൂഖദ്നേസർ. സ്തോത്രം. അതെ, പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ സ്വർഗത്തിലുണ്ടായിരിക്കും. ഗെറ്റ് റെഡി. സ്വർഗത്തിൽ ആദ്യത്തെ ദിവസം ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സ്വർഗത്തിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും. പ്രതീക്ഷിക്കുന്നവരവിടെ കാണുകയില്ല, പ്രതീക്ഷിക്കാത്തവരവിടെ ഉണ്ടായിരിക്കും. നീ എവിടെയായിരിക്കും? നീ നരകത്തിനല്ല, നീ നരകത്തിന്റെ വിറക് കൊള്ളിയല്ല. പകരം സ്തോത്രം, അതെ, യേശുവിനെ സ്നേഹിക്കുന്നവനെ, യേശുവിനെ നിൽക്കുന്നവനെ, നീ സ്വർഗത്തിലാണ്. സ്തോത്രം. ഹെവൻ ഈസ് എ place of surprise. It's a surprise place. It's a place of singing. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ കുഞ്ഞാടിന്റെ പാട്ട് ഉയരുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7 മുതൽ സ്തോത്രം താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ പാട്ട് ഉയരുകയാണ്. 7-ാം വാക്യം മുതൽ അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാക്യം 8. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന
എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ച് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും എൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പക്കം വാങ്ങിയ ഞങ്ങളെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. ഒറിജിനൽ ടെക്സ്റ്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. പുതിയ നിയമസഭ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയൊരു പാട്ട് അവർ പാടുന്നു. പുതിയൊരു പാട്ട് പാടുന്നു. സങ്കീർത്തനം 40 പറയുന്നു, നിന്റെ വായിൽ പുതിയ ഒരു പാട്ട് നൽകി. സ്തോത്രം. അർത്ഥം ഇതാണ്, സ്വർഗം സ്തോത്രം ഒരു സന്തോഷത്തിന്റെ സ്ഥലമാണ്, അവിടെ പാട്ടുണ്ട്. സ്വർഗം ഒരു സന്തോഷത്തിന്റെ സ്ഥലമാണ്, അവിടെ പാട്ടുണ്ട്. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13, ജെയിംസ് ചാപ്റ്റർ 5:13. യാക്കോബ് 5:13 പറയുന്നു, സന്തോഷമുള്ളവൻ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അർത്ഥം സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ. സ്വർഗം ദുഃഖത്തിന്റെ സ്ഥലമല്ല, അത് ഭൂമിയാണ്. ഓ സ്തോത്രം, അത് നരകമാണ്. അവിടെയാണ് കരച്ചിലും പല്ലുകടിയും ഉള്ളത്. എന്നാൽ സ്തോത്രം സ്വർഗം അതെ സന്തോഷത്തിന്റെ സ്ഥലമാണ്. സങ്കീർത്തനം 16:11 പറയുന്നു, in his presence there is fullness of joy. അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. സ്വർഗത്തിൽ നെടുവീർപ്പില്ല, സ്വർഗത്തിൽ നിരാശയില്ല, സ്വർഗത്തിൽ മുറവിളിയില്ല, സ്വർഗത്തിൽ ഡിപ്രഷൻ ഇല്ല, സ്വർഗത്തിൽ കരച്ചിലില്ല. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. സ്തോത്രം. സ്വർഗം നിത്യമായി, നിത്യമായി, അവസാനമായി, അനന്തമായി സന്തോഷത്തിന്റെ സ്ഥലമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സിംഗിങ്. കരങ്ങളിൽ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്ന തഞ്ചാവൂർ ഗ്രേസ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്റർ ജയചന്ദ്രൻ ഒരു ദിവസം സ്തോത്രം ജീവിതത്തിന്റെ ഏറ്റവും തിന്മയുടെ സമയത്ത് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ സുനാമി, ഏറ്റവും വലിയ കൊടുങ്കാറ്റ്, ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ തൻ്റെ ലൈഫ് താൻ കടന്നു പോയപ്പോൾ സ്തോത്രം അതെ താൻ ഒരു ദർശനം കണ്ട് സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്റ്റെയർ കേസ്, ഒരു പടിക്കെട്ട് ഇറങ്ങി വന്നു. കർത്താവ് തൻ്റെ അടുക്കൽ ഇറങ്ങി. എല്ലാം പറവാൻ നേരമില്ല. സ്തോത്രം. പോയിന്റ് ഇതാണ്, കർത്താവ് ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ മറ്റേ അറ്റത്ത് ഗാനങ്ങൾ ഉയരുന്ന ശബ്ദം ദേവദാസൻ കേട്ടു. കർത്താവ് തൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ എന്തോ ഗാനങ്ങൾ സ്വർഗത്തിൽ ഉയരുന്നതായ ശബ്ദം താൻ കേൾക്കുകയുണ്ടായി. തമിഴ്നാട്ടിൽ പ്രസിദ്ധമായ പല ഗാനങ്ങൾ അന്ന് മുതൽ താൻ എഴുതുവാൻ തക്കവണ്ണം തുടങ്ങി. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. സ്വർഗം തുറന്ന് മലയാളി പാടിയിട്ടില്ലാത്ത, ഇന്ത്യൻ ചർച്ച് പാടിയിട്ടില്ലാത്ത പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഗാനങ്ങൾ ഇന്ന് പകൽക്കാലം എഴുതുവാൻ ആദ്യോ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കുമാറാകട്ടെ. കാരണം സ്വർഗം എന്ന് പറയുന്നത് ഓ ഹല്ലേലൂയ, അത് ഗാനങ്ങളുടെ കലവറയാണ്. സ്വർഗം എന്ന് പറയുന്നത് സ്തുതിയുടെയും ആരാധനയുടെയും ഗാനങ്ങളുടെ കലവറയാണ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്കോർ. സ്തോത്രം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്കോർ. എന്തോ മനസ്സിലായി? പല സ്കോറുകൾ, പല ഗ്രേഡുകൾ, പല ലെവലുകൾ ഉള്ള സ്ഥലമാണ് സ്തോത്രം അതേ സ്വർഗം. സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെ എന്നൊരിക്കലും ചിന്തിക്കല്ല. പിന്നെ നല്ല കാര്യമായി വന്നതേ 19-നാണ്, പോകുന്നതേ 12-20-നാണ്. സ്തോത്രം. നിനക്കും ആദിമ നൂറ്റാണ്ടിൽ ഇഞ്ച് ബൈ ഇഞ്ചായി രക്തസാക്ഷിയായവർക്കും ഒരേ പ്രതിഫലമാണോ? നോ, ഒരിക്കലും അല്ല. ഇന്നത്തെ ഏറ്റവും വലിയ കംപ്ലൈന്റ് ആണ്, ലിഫ്റ്റിൽ എനിക്ക് ഇടം കിട്ടിയില്ല. 5 പേരെ കയറാവും. 5 പേരിൽ കൂടുതൽ കയറിയാൽ അടുത്ത ഞായറാഴ്ച നമുക്ക് പുറത്തിറങ്ങാം. ഹലോ, 5 പേരിൽ കൂടുതൽ ലിഫ്റ്റിൽ കയറിയാൽ അടുത്ത ഞായറാഴ്ച പുറത്തിറങ്ങാം. അത് സ്റ്റക്കാകും. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് ആണ്, പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല, അവരെന്നെ നോക്കിയില്ല, എവരെന്നെ കണ്ടപ്പോൾ തിരിഞ്ഞുപോയി. സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കഷ്ടകാലത്തിന് സ്വർഗത്തിലെത്തിയ എന്തോ കാലത്തിന് സ്തോത്രം സ്വർഗത്തിലെത്തിയ നമ്മൾ പറയും അയാൾ എന്നെ നോക്കിയില്ല, പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല, ലിഫ്റ്റിൻ്റെ ഇടം കിട്ടിയില്ല. അപ്പോഴാണ് ആദിമ നൂറ്റാണ്ടിൽ സ്തേഫാനോസിനെ പോലെയുള്ള കുറച്ച് പേർ വന്നിട്ട് പറയുന്നത്, ജഡയാടുകളുടെ തോല് ധരിച്ച് അസ്ഥികൾ പൊട്ടി തകർന്ന് ഇഞ്ച് ബൈ ഇഞ്ചായിട്ടാണ് ഞാൻ മരിച്ചത്. വേറൊരാൾ വന്നിട്ട് പറയും, സ്തോത്രം, പന്നിയുടെ നെയ്യ് എൻ്റെ തലവഴി ഒഴിച്ച് മെഴുകുതിരി പോലെ ജീവനുള്ള മെഴുകുതിരിയായി എരിഞ്ഞാണ് ഞാൻ മരിച്ചത്. സ്തേഫാനോസ് വന്നിട്ട് പറയും, കല്ലേറ് കൊണ്ടാണ് ഞാൻ മരിച്ചത്. അപ്പോൾ അത് മൊട്ട തലയൻ ഉയരം കുറഞ്ഞ ആ മനുഷ്യൻ വന്നിട്ട് പറയും, 68-ാമത്തെ വയസ്സിൽ ശിരച്ഛേദനം ചെയ്തിട്ടാണ് ഞാൻ മരിച്ചത്. പക്ഷെ അതിന് മുമ്പ് 13 ലേഖനം കൃപയാൽ ഞാൻ എഴുതി.
ആയിരക്കണക്കിന് പ്രസംഗം കേട്ടു. നിന്റെ ലെവൽ എന്തായിരിക്കും? നിന്റെ ഗ്രേഡ് എന്തായിരിക്കും? ഉണക്ക വിശ്വാസിയെ, നിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്കോർ. സ്വർഗത്തിൽ സ്തോത്രം കിരീടങ്ങളുടെ സ്ഥലമുണ്ട്. സ്വർഗത്തിൽ സ്തോത്രം നിന്റെ തലയിൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്, നിന്റെ തലയിൽ പൊൻകിരീടമുണ്ട്. അങ്കിൾ ബ്രദർ സുരേഷ് ബാബു, എൻ്റെ തലയിൽ എങ്ങനെ പൊൻകിരീടം കയറിയത്? മക്കളെ, നിന്റെ തലയിൽ പൊൻകിരീടം കയറിയത് അവൻ്റെ തലയിൽ മുൾക്കിരീടം കയറിയത് കൊണ്ടാണ്. ആഹാ, യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം കയറിയത് നിന്റെ തലയിൽ പൊൻകിരീടം കയറുവാനാണ്. നീ പൊൻകിരീടം ധരിപ്പാൻ യേശു കർത്താവ് സ്തോത്രം മുൾക്കിരീടം ചൂടി. ഒരു പ്രസംഗം 2 മിനിറ്റ് കൊണ്ട് പറയട്ടെ, 5 കിരീടങ്ങളാണ് സ്വർഗത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത്. 5 കിരീടങ്ങളാണ് സ്വർഗത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1, ഞാൻ ഒത്തിരി സ്തോത്രം, അതെ ഈ ദൂത് ലെങ്തിയായി പോയെന്ന് എനിക്കറിയാം. സ്തോത്രം, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക 5 കിരീടങ്ങളാണ് സ്വർഗത്തിലുള്ളത്. നമ്പർ 1, ഒന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കിട്ടുന്ന ഒരു കിരീടം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം അതിന്റെ പേര് പറയുന്നു ജീവകിരീടം. ജീവകിരീടം ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ജീവകിരീടം? നേരെ ചൊവ്വേ ജീവിച്ചേ പറ്റത്തുള്ളൂ. അവനെ കണ്ടപ്പോൾ അവന്റെ ബോയ് ഫ്രണ്ട്, അവളെ കണ്ടപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട്, മറ്റേ സാഹചര്യം. സ്തോത്രം, ഒത്തിരി പഴത്തൊലികളും മാങ്ങാത്തൊലികളും സമൂഹത്തിലുണ്ട്. ചവിട്ടരുത്, ചറുക്കിപ്പോകല്ല, ജീവിച്ചോളണം, ജീവിച്ചോളണം. ഓടി മറയേണ്ട പേരിൽ നിന്ന് ഓടി മറിഞ്ഞോളണം. അങ്ങനെയെങ്കിൽ ജീവകിരീടം, ജീവകിരീടം നിനക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. സൺഡേ സഭായോഗത്തിനല്ല, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം ഉണ്ടായിരിക്കുക. നമ്പർ 2, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളമാണ്. ആ ഓട്ടക്കളത്തിൽ ജയിക്കുന്നവർക്ക് കിട്ടുന്ന 2ാമത്തെ കിരീടമാണ് വിക്ടേഴ്സ് ക്രൗൺ, വാടാത്ത കിരീടം. സ്തോത്രം, എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25. വാടാത്ത കിരീടം. ആവേശത്തോടെ ഞാൻ പറയട്ടെ, വാടാത്ത കിരീടം. ശബ്ദം ഉയർത്തി പറഞ്ഞ, എന്തോ കിരീടം? വാടാത്ത കിരീട, വാടാത്ത കിരീട. ഓട്ട മത്സരം കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. നേരിട്ട് കണ്ടിട്ടുള്ളവർ, TV-യിൽ കണ്ടിട്ടുള്ള എന്നെ പോലെയുള്ള എല്ലാവരും നന്നായി കരങ്ങളെ ഉയർത്തിയാട്ടെ. അത് ഇഷ്ടപ്പെട്ട താരങ്ങൾ. ഉസൈൻ ബോൾട്ട് ഒരുപക്ഷെ ഓടാൻ ഇറങ്ങുമ്പോൾ, അതെ അവൻ ഓടാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. TV-യുടെ മുമ്പിലാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വേൾഡ് റെക്കോർഡ് തകരുമോ? നമ്മുടെ BP കൂടുകയാണ്. സ്തോത്രം, നമ്മൾ നോക്കിയാണ്. ശരവേഗത്തിൽ ഉസൈൻ ബോൾട്ടിനെ പോലെയുള്ള ഇഷ്ടപ്പെട്ട താരങ്ങൾ, അല്ലെങ്കിൽ കാൾ ലൂയിസ്, സ്തോത്രം, ഇഷ്ടപ്പെട്ട താരങ്ങൾ ഓടുകയാണ്. അറിയാതെ നമ്മൾ വിളിച്ചു പറയും, അവൻ TV-യിലാണ് ഓടുന്നത്. പക്ഷെ അറിയാതെ നമ്മൾ വിളിച്ചു പറയും, ഓടടാ ഓട്, ഓടടാ ഓട്, നീ ജയിക്കണം, നീ ജയിക്കണം. അങ്കിൾ എന്താ പറയുന്നത്? എന്താ ഈ ഞായറാഴ്ച പറഞ്ഞു പിടിപ്പിക്കുന്നത്? സ്വർഗത്തിന്റെ ബാൽക്കണിയിലിരുന്ന്, സ്വർഗത്തിന്റെ അതേ സ്തോത്രം ബാൽക്കണിയിലൂടെ താഴേക്ക് നോക്കിയിട്ട് സാക്ഷികളെ ഇത്ര വലിയ സമൂഹം ഭൂമിയിൽ ഓടുന്ന എന്നെയും നിന്നെയും കണ്ടിട്ട്, ഭൂമിയിൽ ഓടുന്ന എന്നെയും നിന്നെയും കണ്ടിട്ട് സ്വർഗത്തിലെ വലിയ സമൂഹം നിന്നെ നോക്കി പറയും, ഓടിക്കോ, 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 തോൽക്കരുത്, തോൽക്കരുത്, വിട്ടുകൊടുക്കരുത്, ഓടിക്കോ. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ഓർമ്മയെങ്കിൽ 2019 സ്തോത്രം ഒക്ടോബർ മാസത്തിൽ മണി മാത്യൂസങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ 2.5 മണിക്കൂർ അദ്ദേഹത്തെ ഞാൻ ആ യോർദാനിൽ സ്നാനപ്പെടുത്തി. 2.5 മണിക്കൂർ ഒരു വാക്ക് പോലും എന്നെ പറയാൻ സമ്മതിക്കാതെ അത് ഇരുത്തിയിട്ട് സ്തോത്രം വിളിച്ച് നിത്യതയെക്കുറിച്ച് പറയാൻ തുടങ്ങി. സ്വർഗത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, സ്വർഗീയ പരദീസകളെക്കുറിച്ച്, സ്തോത്രം, അതേ ദൂതന്മാരെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് പറയുകയാണ്. സുസിയമ്മ കേൾക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം, അതേ സ്വർഗത്തെക്കുറിച്ച് 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ എനിക്ക് തോന്നി, ഓ ഗോഡ്, 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കിട്ടാത്ത അന്തരീക്ഷം ആ ലിവിംഗ് റൂമിൽ ഞാൻ അനുഭവിച്ചു. തൻ്റെ ഫീബിൾ ശബ്ദത്തിൽ ആ മനുഷ്യന് വേറെ ഒന്നും പറയാനില്ല. സ്തോത്രം, നിത്യതയെക്കുറിച്ച് മാത്രം. ഞാൻ തല ഉയർത്തിയ തന്നെ നോക്കി. സ്തോത്രം, അതി ആഴ്ചകൾ കഴിഞ്ഞു പ്രിയം വെച്ച സ്ഥലത്തേക്ക് കടന്നുപോയി. ഞാൻ പറയട്ടെ, ഓഗസ്റ്റ് മാസം 13-ാം തീയതി 2023 സ്വർഗത്തിന്റെ കിളിവാതിലൂടെ ആ പിതാവിരുന്ന് നോക്കിയിട്ട് ക്രൈസ്റ്റ് സെന്ററിലെ ദൈവജനത്തെ നോക്കി പറയും, ഓടിക്കോ, ഓടിക്കോ, വാടുന്ന കിരീടമല്ല, ജയത്തിന്റെ കിരീടം പ്രാപിപ്പാൻ ഓടിക്കോ. കരങ്ങളെ അടിച്ച് വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിച്ച്
മൂന്നാമത്തെ സ്തോത്രം കിരീടമാണ്. അതേ സ്തോത്രം നീതിയുടെ കിരീട, രക്തസാക്ഷികൾക്ക് ലഭിക്കുന്നതായ നീതിയുടെ കിരീട. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ നല്ല പോർപ്പെടുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കുണ്ടായിരിക്കുക, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കുക. പൗലോസ് പറയുകയാണ് 68-ാമത്തെ വയസ്സിൽ സ്തോത്രം റോമൻ വാളിനാൽ ശിരച്ഛേദനം ചെയ്യപ്പെട്ടവന് നീതിയുടെ കിരീടം. ഞാൻ പ്രസംഗിക്കുന്ന ഈ മണിപ്പൂരിൽ സുവിശേഷത്തിന് വേണ്ടി ജീവന നൽകിയതായ എല്ലാ ക്രിസ്ത്യാനികൾക്കും ലഭിക്കുന്ന കിരീടം നീതിയുടെ കിരീടം. ഒരു ഗവൺമെന്റിന് അതിനെ തടയുവാൻ കഴിയത്തില്ല, ഒരു യുദ്ധത്തിന് അതിന് പൊളിക്കുവാൻ തക്കോണം കഴിയത്തില്ല. ഗ്രഹാം സ്റ്റെയിൻസിനും തന്റെ മക്കൾക്കും ലഭിക്കുന്ന നീതിയുടെ കിരീടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 39 രാജ്യങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർത്താവ് യേശുവിന് വേണ്ടി അതേ രക്തസാക്ഷിയാകണം. രക്തസാക്ഷിയായി ആയിത്തീരുന്നതായ ഒരു ദൈവദാസന്, ഒരു ദൈവത്തിൻ്റെ ദാസിക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. അതേ വീണ്ടും വേദപുസ്തകം പറയുന്നു സന്തോഷ കിരീടം. ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് സന്തോഷ കിരീടം. ആത്മാക്കളെ നേടുന്നവർക്കായി സ്തോത്രം. ചർച്ചിൽ കുടുംബങ്ങളെയും വ്യക്തികളെയും ആത്മാക്കളെ കൊണ്ടുവരുന്നവർക്കായി സ്തോത്രം. നിങ്ങൾക്ക് ലഭിക്കുന്ന കിരീടം ഫിലിപ്പിയർ 4:4, 1 തെസ്സലോനിക്കർ 2:19 സ്തോത്രം സന്തോഷ കിരീടം. അവസാനമായി ഞാൻ നിർത്തട്ടെ. ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹത്വ കിരീടം, എൽഡേഴ്സ് ക്രൗൺ. സ്തോത്രം. ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ ദൈവസഭയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ജനറൽസിന്, ദൈവസഭയെ മുന്നിൽ നിന്ന് നയിക്കുന്ന അപ്പോസ്തലന്മാർക്ക്, കിങ്ഡം ജനറൽസിന് ലഭിക്കുന്നതാണ് സ്തോത്രം മഹത്വ കിരീടം. സ്തോത്രം. സ്വർഗത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ ഇതാ ജീവകിരീടം ചിലർ ചൂടിയിരിക്കുന്നു, ജയിച്ചവർ വാടാത്ത കിരീടം ചൂടിയിരിക്കുന്നു. ഇതാ രക്തസാക്ഷികൾ നീതിയുടെ കിരീടം ചൂടിയിരിക്കുന്നു. ആത്മാക്കളെ നേടിയവർ ബില്ലി ഗ്രഹാം പോലെയുള്ളവർ, ഓ ഗ്ലോറി, DGS അങ്കിളിന് ബ്രദർ DGS ദിനകരനെ പോലെയുള്ളവർ ആത്മാക്കളെ നേടിയവർ സന്തോഷ കിരീടം ചൂടിയിരിക്കുന്നു. സഭയെ മുന്നിൽ നിന്ന് നയിച്ചവർ ഇതാ മഹത്വ കിരീടം ചൂടിയിരിക്കുന്നു. സ്തോത്രം. പോലീസിന്റെ തോളത്തിരിക്കുന്ന സ്റ്റാർ നോക്കിയിട്ട് ഗ്രേഡ് അറിയുന്നത് പോലെ, റാങ്ക് അറിയുന്നത് പോലെ സ്വർഗം എന്ന സ്ഥലത്ത് അവൻ ചൂടിയിരിക്കുന്ന കിരീടം കണ്ടിട്ട് അവന്റെ റാങ്ക്, അവന്റെ ഗ്രേഡ്, അവന്റെ സ്കോർ നിങ്ങൾ അറിയുവാൻ വേണ്ടി പോകുന്നു. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്കോർ. കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ നിർത്തി. ഇങ്ങനെ ദിവസങ്ങളോടെ എനിക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഫൈനലി സ്തോത്രം പറയട്ടെ. ഇറ്റ്സ് എ സ്തോത്രം പ്ലേസ് ഓഫ് സിൽനസ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സർപ്രൈസ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സിംഗിങ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്കോർ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്റ്റെഡ്ഫാസ്റ്റ്. അതൊരു നിലനിൽക്കുന്ന സ്ഥലം. സ്തോത്രം. അത് നിലനിൽക്കുന്ന സ്ഥലം. ആ സ്ഥലം മാറത്തില്ല. അപ്പുറത്തിരിക്കുന്ന ഗവൺമെന്റ് അല്ലല്ലോ, നിലനിൽക്കത്തില്ല. അപ്പുറത്തിരിക്കുന്ന ഗവൺമെന്റ് ചില മാസം കഴിയുമ്പോൾ അത് മാറും. പിന്നെ വേറൊരു ഗവൺമെന്റാണ് വരുന്നത്. ലോകത്തുള്ള ഒരു ഗവൺമെന്റും നിലനിൽക്കത്തില്ല. എന്നാൽ ദൈവം നിലനിൽക്കുന്നവനാണ്. ലോകത്തിലുള്ള എല്ലാ സിംഹാസനങ്ങളും ഒഴിയാത്ത ഒരേ ഒരു സിംഹാസനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ദൈവ സിംഹാസനം. ദൈവം വയസ്സാകുന്നില്ല, ദൈവം പെൻഷൻ പറ്റുന്നില്ല. He is the architect of ages. He is the ancient of days. He is the same yesterday, today and forever. അവൻ ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ തലമുറയായി നിന്റെ സങ്കേതമാണ്, നിന്റെ ബലമാണ്, നിന്റെ കോട്ടയാണ്. ദൈവം നിന്റെ ദൈവമെങ്കിൽ നിന്റെ മക്കളുടെയും ദൈവമാണ്, നിന്റെ കൊച്ചുമക്കളുടെ ദൈവമാണ്. നീ ദൈവത്തെ സേവിച്ചെങ്കിൽ നിങ്ങളുടെ മക്കളും സേവിപ്പാൻ വേണ്ടി പോകുന്നു, നിന്റെ കൊച്ചുമക്കളും സേവിപ്പാൻ വേണ്ടി പോകുന്നു. Because he is not the God of seasons, he is the God of generation. അവൻ തലമുറകളുടെ ദൈവമാണ്. It's a place of steadfast. അതേ നിലനിൽക്കുന്നതായ സ്ഥലം. It's a stable place. നിലനിൽക്കുന്നതായ സ്ഥലം. അതാണ് നിത്യത. അതുകൊണ്ടാണ് അതിൻ്റെ നിത്യത നിത്യമായി തുടരുന്നത് എന്ന് പേരുള്ളത്. ആവർത്തന പുസ്തകം 32:40 പറയുന്നത് God is eternal. കേട്ടവർ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവം നിത്യനാണ്. പറഞ്ഞാട്ടെ, ദൈവം നിത്യനാണ്. യെശയ്യാ 9:6 പറയുന്നു, എൻ്റെ പേരുകൾ ഒന്ന് തന്നെ, നിത്യം, നിത്യപിതാവ്. എൻ്റെ പേരുകൾ ഒന്ന് തന്നെ, നിത്യപിതാവ്. മനുഷ്യൻ നിത്യനല്ല. നമ്മളാരും നിത്യനല്ല. ഞാൻ പറയട്ടെ, 1-ാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ നീ ഉണ്ടായിരുന്നില്ല. 1-ാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോഴേ നീ ഉണ്ടായിരുന്നില്ല. 1-ാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോഴും നമ്മളാരും ഉണ്ടായിരുന്നില്ല. വാസ്കോഡി ഗാമ കേരളത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല.
സ്തോത്രം. നമ്മളില്ലാത്ത പല ഈവൻസ് ലോകത്തിലുണ്ടായിരുന്ന, പക്ഷെ ഇന്ന് കേൾക്കുന്നവർക്ക് ഇന്ന് തുടങ്ങി 1000 വർഷം കഴിഞ്ഞാലും നീ ഒരു സ്ഥലത്തുണ്ടായിരിക്കും. ഇന്ന് തുടങ്ങി 1000 വർഷം കഴിഞ്ഞാലും 10,000 വർഷം കഴിഞ്ഞാലും സ്തോത്രം ഒരു സ്ഥലത്ത് നീ ഉണ്ടായിരിക്കാം. ഒന്നുകിൽ അത് സ്വർഗത്തിലായിരിക്കും, ഇല്ലെങ്കിൽ അത് നരകത്തിലായിരിക്കും. സ്തോത്രം നിത്യതയാണ്. ഒന്നുകിൽ നീ സ്വർഗത്തിലായിരിക്കും, ഇല്ലെങ്കിൽ നീ നരകത്തിലായിരിക്കും. ചിന്തിച്ചാട്ടെ. സ്തോത്രം. കാരണം തിരുവചനം പറയുന്ന ഒരുവൻ സ്തോത്രം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും, 2 കൊരിന്ത്യർ 5:10, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകട്ടെ തീയതാകട്ടെ തക്കവണ്ണം പ്രാപിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ബഹളമുണ്ടാക്കിയില്ല, നിങ്ങൾ ചാടിയില്ല, തുള്ളിയില്ല, പക്ഷേ ഇത് സീരിയസ് ആണ്. ചിന്തിച്ചാട്ടെ. യേശു ഹൃദയത്തിലുണ്ട്. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ സ്തോത്രം, അതെ, കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗം നിന്റെ സ്ഥലമാണ്. മഹാനായ റെയ്നാർഡ് ബോങ്കെ പറയുന്നതായ ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു യുവാവ് സ്തോത്രം, അതെ, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ആ വീട്ടിൽ വന്ന് തട്ടി വിളിച്ചു, വാതിൽ തുറക്കുന്നില്ല. വീണ്ടും തട്ടി വിളിച്ചു, വാതിൽ തുറക്കുന്നില്ല. വീണ്ടും ബഹളമുണ്ടാക്കി തട്ടി വിളിച്ചപ്പോൾ സ്തോത്രം, അതെ, ആ വാതിൽ തുറക്കപ്പെട്ടു. തൻ്റെ ഭാര്യ ബോങ്കെയാമ സ്ത്രീയെ പറയുന്നത് ഡോറതി എന്നാണ്. ഡോറതി എന്ന സ്ത്രീ വാതിൽ തുറന്നു. എന്താ വാതിൽ തുറക്കാൻ ലേറ്റായത്? എന്താ വാതിൽ തുറക്കാൻ അവൾ ലേറ്റായത്? ഭർത്താവ് യുദ്ധത്തിന് പോയി. അവൻ മരിക്കും എന്നാണ് അവൾ വിചാരിച്ചത്. അവൻ മരിച്ചു എന്നാണ് വിചാരിച്ചത്. അവൻ മരിച്ചു എന്നാണ് ആ ഭാര്യ വിചാരിച്ചത്. അതുകൊണ്ട് മറ്റൊരു പുരുഷനെ അവൾ വിവാഹം കഴിച്ചു. മറ്റൊരു പുരുഷൻ ആ വീട്ടിനകത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ആ വാതിൽ തുറക്കാത്തത്. ഞാനിന്ന് പകൽ ചോദിക്കട്ടെ, ആരാ നിന്റെ ഉള്ളിലിരിക്കുന്നത്? ആരാ നിന്റെ ജീവിതത്തിലുള്ളത്? ആരാ നിന്റെ രഹസ്യ ജീവിതത്തിലുള്ളത്? ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്താ വാതിൽ തുറക്കാത്തത്? എന്താ വാതിൽ തുറക്കാത്തത്? ഈ ദൂത് ഇത്രയും കേട്ടിട്ട് എന്താ വാതിൽ തുറക്കാത്തത്? എന്താ വാതിൽ തുറക്കാത്തത്? ഇഷ്ടമില്ലാത്ത വേറെ എന്തോ ഒന്ന് അകത്തിരിക്കുന്നില്ലേ? ഇഷ്ടമില്ലാത്ത വേറെ ആരോ അകത്തിരിക്കുന്നില്ലേ? മതി, അതിനെടുത്ത് പുറത്തുകളാ. പൈസ വേണ്ട, നിന്റെ സ്തോത്രക്കാഴ്ച എനിക്ക് വേണ്ട, സ്തോത്രം നിന്റെ ഗിഫ്റ്റ് എനിക്ക് വേണ്ട. പക്ഷേ എൻ്റെ അവസാനത്തെ ഭയങ്കര ആഗ്രഹം ഞാൻ പറയട്ടെ മക്കളെ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ബഹളം കാണിക്കുന്ന കുട്ടികൾ തുടങ്ങി സ്തോത്രം അവസാനം വന്ന് കയറിയവൻ വരെയുള്ള വ്യക്തികൾ സ്വർഗത്തിൽ കാണണം. സ്വർഗത്തിൽ കാണണം. കണ്ടേ പറ്റത്തുള്ളൂ. ആരും നഷ്ടപ്പെടാൻ പാടില്ല. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. കണ്ണുകളെ അടച്ച്, ആരും എഴുന്നേൽക്കണമെന്നില്ല. കണ്ണുകളെ അടച്ച് സ്വയശോധന ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. Who is inside of you? ആരാ നിന്റെ ഉള്ളിലുള്ളത്? പാപമുണ്ടോ? സിഗരറ്റാണോ? ബീഡിയാണോ? മദ്യമാണോ? എടുത്ത് പുറത്തുകളാ. തീരുമാനത്തിന്റെ നേരം. ലോകമാണോ? ലോക സ്നേഹമാണോ? എടുത്ത് പുറത്തുകളാ. ദൈവമില്ലാത്ത ജീവിതശൈലിയാണോ? എടുത്ത് പുറത്തുകളാ. താങ്ക് യു ജീസസ്. ദൈവാത്മാവ് ചലിക്കുന്നു. ആവശ്യമില്ലാത്ത ബന്ധങ്ങളാണോ? എടുത്ത് പുറത്തുകളാ. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവാത്മാവ് ചലിക്കുന്നു. ഇതുവരെയും യേശുമായി എനിക്ക് ബന്ധമില്ല. ഇപ്പൊ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് നിശ്ചയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കാഹളം ധ്വനിച്ച് യേശു വന്നാൽ ഞാൻ സ്വർഗത്തിലെത്തും എന്നെനിക്ക് നിശ്ചയമില്ല. എന്നാൽ ഞാൻ കൈവിടപ്പെടാൻ പാടില്ല.
ഞാൻ നരകത്തിലേക്ക് തള്ളപ്പെടാൻ പാടില്ല, ഞാൻ സ്വർഗത്തിലെത്തി തന്നെ ആകണം. ഇന്നിതാ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരണം. യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ, യുവതി, യുവാക്കൾ, മാതാപിതാക്കൾ, യേശുവിനെ എനിക്ക് വേണം എന്ന് പറയുന്നവിടെ കരങ്ങൾ ഉയരട്ടെ. യേശുവിനെ എനിക്ക് വേണം, ഞാൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, ആ കരങ്ങൾ ഉയർത്തിയാട്ടെ. കത്തുന്ന നരകത്തിൽ ഞാൻ വീഴാൻ പാടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നാളുകൾക്ക് മുമ്പ് ഞാൻ സ്നാനപ്പെട്ടു. പക്ഷെ എവിടെയോ ഞാൻ തണുത്തുപോയി, എവിടെയോ എൻ്റെ ട്രാക്ക് തെറ്റിപ്പോയി, എവിടെയോ ഞാൻ വഴുതിപ്പോയി. ബട്ട് ഐ ആം കമ്മിങ് ബാക്ക് ടു മൈ ഫസ്റ്റ് ലവ്. എൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് ഞാനിതാ മടങ്ങുകയാണ്. ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. അപ്പൻ്റെ വീട്ടിലേക്ക് ധൂർത്തപുത്രനായി, ധൂർത്തപുത്രിയായി ഞാനിതാ മടങ്ങുകയാണ് എന്ന് പറയുന്നവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിന് നിനക്ക് ആവശ്യം. കുഞ്ഞേ, I don't know whether you are able to understand what I said. ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല, മനസ്സിലായോ എന്ന് അറിയത്തില്ല. പക്ഷെ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വേണം. ഞാൻ നരകത്തിനല്ല, ഞാൻ സ്വർഗത്തിനാണ് എന്ന് പറഞ്ഞ കരങ്ങൾ ഉയർത്തവർ എഴുന്നേറ്റ് നിന്നാട്ടെ. ഏറെ നാളായി കാൺമാൻ ആശയാ കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാള കാൺമാൻ ആശയാ കാത്തിരുന്ന എൻ്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർബോടണഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർബോടണഞ്ഞിടുമേ, ആകവേ എന്നെ എതിരേൽക്കുവാൻ സാദാ സന്നദ്ധരായി നീടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ആത്മാർത്ഥമായി അങ്ങനെ പ്രാർത്ഥിച്ചവൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ യേശു രാജാവാണ്, യേശു കർത്താവാണ്. എൻ്റെ ലൈഫിൻ്റെ ഡ്രൈവർ സീറ്റിൽ മേലാൽ ഞാനല്ല, എൻ്റെ കർത്താവാണ് ഇരിക്കേണ്ടത്. യേശുവില്ലാത്ത ഒരു പരിപാടിക്കും, യേശുവില്ലാത്ത ഒരു വാതിലിനും, യേശുവില്ലാത്ത ഒരു വഴിക്കും, യേശുവില്ലാത്ത ഒരു കാര്യത്തിനും, യേശുവില്ലാത്ത ഒരു പ്രോഗ്രാമിനും, യേശുവില്ലാത്ത ഒരു ചിന്തയ്ക്കും, യേശുവില്ലാത്ത ഒരു നോട്ടത്തിനും, യേശുവില്ലാത്ത ഒരു ഫ്രണ്ട് സർക്കിളിനും ഞാനില്ല. സ്തോത്രം. എൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവകരത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്നവർ മാത്രം രണ്ട് കരങ്ങൾ ഉയർത്തി ഈ പ്രാർത്ഥനാ വാചകം ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. പ്രിയ കർത്താവേ, കേൾപ്പിച്ചതായ ദൈവിക ദൂതിനായി നന്ദി പറയുന്നു. ശബ്ദമുയർത്തി പറഞ്ഞേ, കർത്താവേ, കുശവന് കളിമണ്ണിന്മേൽ പൂർണ്ണാധികാരമുള്ളതുപോലെ ആ വെബ് സ്ട്രീം കാണുന്നവരും പറഞ്ഞാട്ടെ, എൻ്റെ മേൽ അങ്ങയ്ക്ക് പൂർണ്ണാധികാരമുണ്ട്. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ആദ്യ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ മടങ്ങി വരുന്നു. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി പറഞ്ഞ്, ജീവപുസ്തകത്തിൽ എൻ്റെ പേരിനെ അവിടെ നിന്ന് എഴുതണമേ. രക്ഷയുടെ സന്തോഷം അവിടെ നിന്ന് എനിക്ക് നൽകണമേ.
എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ കരുതലിനാൽ, അങ്ങയുടെ വാത്സല്യത്താൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് ജയ ജീവിതത്തിനായി എന്നെ ഒരുക്കണമേ. ഈ ലോകത്തിൻ്റെ മാലിന്യം തൊടാതെ സ്വർഗത്തിൻ്റെ പ്രത്യാശയിലായിരിക്കാൻ എൻ്റെ ജീവിതത്തെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ വരവിനായി അവിടുന്ന് എന്നെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ രണ്ട് കരങ്ങളെ ഉയർത്തി ആ പ്രത്യാശയോടെ ആയിരിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ്, സ്വർഗമൊരു യാഥാർത്ഥ്യം, സ്വർഗമൊരു യാഥാർത്ഥ്യം, സ്വർഗമൊരു യാഥാർത്ഥ്യം, സ്വർഗമൊരു യാഥാർത്ഥ്യം, സ്വർഗമൊരു യാഥാർത്ഥ്യം. ഹല്ലേലൂയ. പ്രാവിൻ കൂട്ടം പറന്നു പോകുന്നത് പോലെ, പ്രാവിൻ കൂട്ടം പറന്നു പോകുന്നത് പോലെ, പ്രാവിൻ കൂട്ടം പറന്നു പോകുന്നത് പോലെ ഒരു ദിവസം അതേ ഈ നാട്ടിൽ നിന്ന്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, അതേ മേഘങ്ങളെ കടന്ന്, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ കടന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു പോകും. സ്വർഗത്തിന്റെ വാതിൽ നിനക്കായി തുറക്കപ്പെടും. അന്ന് നിന്റെ ചെവിയിലൊരു ശബ്ദം വീഴും, വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ, വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ. Come on, worship the Lord, worship the Lord. ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിച്ചാണ്, ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിച്ചാണ്, ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിച്ചാണ്. എല്ലാവരും 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 yes 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 hallelujah hallelujah. What a glory, oh what a glory. തേജസ്സിന് മേഘം പലരുടെ മേൽ വീഴുന്നു, തേജസ്സിന് മേഘം പലരുടെ മേൽ വീഴുന്നു. പ്രത്യാശ പുതുക്കുന്നു, പ്രത്യാശ പുതുക്കുന്നു, സ്വർഗീയ സന്തോഷത്തിൽ നിറയുന്നു. പ്രത്യാശ പുതുക്കുന്നു, സ്വർഗീയ സന്തോഷത്തിൽ നിറയുന്നു. ഓ അവസ്ഥകൾ മാറുന്നു, അന്തരീക്ഷങ്ങൾ നീങ്ങുന്നു. Come on. വീഴാതെ വേണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ആശീർവാദത്തോടെ പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ വിലയേറിയ സംസർഗവും കാവലും കൂട്ടാനെ നാം ഏവരോടും ഇന്നുമെന്നും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. എത്ര പേർക്ക് അനുഗ്രഹമായി സ്വർഗം ഒരു യാഥാർത്ഥ്യമത്രേ, ആയതിലേക്ക് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ joining with us. സ്വർഗം ഒരു യാഥാർത്ഥ്യമത്രേ. ബൈ ബൈ. God bless you.